കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകികോകിലം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാപരീപരിപൂർണലോചനം മാരുതിം മമ രക്ഷസാന്തകം. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന്റെ മാരുതിയായിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ലീലകളെയാണ് നമ്മൾ കഥാ പ്രവചനത്തിൽ ഇന്നലെ എത്തിച്ചേർന്ന് നമ്മൾ സമർപ്പിച്ചത്. വൈകിട്ട് ഒക്കെ ആയിട്ട് പാരായണത്തിന്റെ ഇടവേളകളിൽ കിട്ടുന്ന സമയമാണ് നമ്മൾ പ്രഭാഷണത്തിന് പ്രഭാഷണം എന്നൊന്നും നമുക്ക് ഈ പൊതുവെ ആ ഒരു പേര് നമ്മളുടെ ഇടയിൽ പതിഞ്ഞതുകൊണ്ടാണ്. പറയുന്ന ഗ്രന്ഥത്തിനെ കുറിച്ച് അതിനെ വിസ്തരിച്ച് പറയുക, കഥാപ്രവചനമേ പറയാൻ പാടുള്ളൂ. പ്രഭാഷണം എന്നൊന്നും നമുക്ക് ഈ വാക്കിനെ സൂചിപ്പിക്കാൻ പറ്റില്ല. ഓരോരുത്തരും അവരവര് രാമായണത്തെ സമീപിക്കുക എന്നതാണ് അവരുടെ ചിന്തയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു സമ്പ്രദായം വേണം എന്നാണ് ആചാര്യന്മാർ പറയാറ്. നമ്മള് പണ്ട് 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ രാമായണത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയപ്പെടുന്ന ഭൂഷണം എന്നറിയപ്പെടുന്ന ഗോവിന്ദരാജരുടെ വ്യാഖ്യാനത്തെയാണ് നമ്മളുടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സജ്ജനങ്ങളിലേക്ക് നമ്മൾ അറിയാവുന്ന രീതിയിൽ നമ്മളത് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ ദേവിയെ കണ്ടു തിരിച്ച് മഹേന്ദ്രഗിരിയിലേക്ക് എത്തിച്ചേർന്ന ഹനുമാന്റെ വീരകൃത്യത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതിന് മുന്നേ തന്നെ ഒരു കാര്യം അവിടെ പറഞ്ഞു, രാവണന് മുഖം കൊടുക്കണം, ഒരു ദൂതന്റെ കടമയാണ്. ഹനുമാന്റെ ബുദ്ധി എന്താണെന്ന് ഇന്നലെ വൈകിട്ട് നമ്മൾ 1 മണിക്കൂറോളം എടുത്ത് പറഞ്ഞു. 3 കാര്യങ്ങളെ നിർവഹിച്ചുകൊണ്ടാണ്, 3 സ്റ്റെപ്പായിട്ടാണ് ഹനുമാൻ തന്റെ കർമ്മത്തെ നിർവഹിച്ചത്. വെറുതെ ഒരു മോതിരത്തെ കൊടുക്കാനല്ല ഹനുമാൻ സ്വാമി എത്തിയത്, അത് ഇന്നലെ പറഞ്ഞത്. അപ്പോ പിന്നീട് ഹനുമാൻ സ്വാമി ആ തൻ്റെ ഉത്തമനായിരിക്കുന്ന ഒരു ഭൃത്യൻ തൻ്റെ യജമാനന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സഹായകരമാകുന്ന കാര്യങ്ങൾ കൂടെ ആ പറഞ്ഞ വാക്കിൽ നിന്നും തെറ്റാത്ത രീതിയിൽ നിർവഹിക്കണം. അത് ഉത്തമമായിട്ട് ഭഗവാൻ നിർവഹിച്ചു. അതിനുവേണ്ടി തന്നെ എൻ്റെ കയ്യിലൊരു ഇരുമ്പ് ദണ്ഡിനെ കൈക്കൊണ്ട്, വാൽമീകി പറയുന്നത് അങ്ങനെ, ഹനുമാൻ സ്വാമി ഒരു ഇരുമ്പ് ദണ്ഡിനെ കയ്യിൽ കരുതിയെന്നാണ്. പിന്നീട് രാമായണം സീരിയലൊക്കെ വന്നു. പിന്നെ അതിനു മുന്നേ തന്നെ ചിത്രങ്ങളിലൂടെയൊക്കെ ഈ ദണ്ഡിനെ നമ്മൾ മനോഹരമായിരിക്കുന്ന ഒരു ഗദയാക്കി മാറ്റി. തെറ്റൊന്നുമില്ല, വാൽമീകി രാമായണത്തിൽ ഗദയെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഇരുമ്പ് ദണ്ഡിനെ കയ്യിൽ ഏറ്റിക്കൊണ്ട് അവിടെ പ്രഹരിക്കുന്നു. ആ ഉദ്യാനത്തെ, അശോകവാടിയെ തച്ചു തകർക്കുന്നു. അപ്പൊ നിരവധി നിശാചരന്മാരെ രാവണൻ അയക്കുന്നു, അവരെയൊക്കെ വധിക്കുന്നു. അവസാനം അക്ഷകുമാരനെ കൂടി വധിച്ച് പിന്നീട് ഇന്ദ്രജിത്തിനെ പറഞ്ഞയക്കുന്നു. ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധനസ്ഥനായിട്ട് രാവണനെ മുഖം കാണിക്കുന്നു. അവിടെ പറയുന്നത് തന്നെ, ഞാൻ രാമദാസസ്യ ദൂത എന്നാണ് പറഞ്ഞത്. സീതയെ കണ്ടപ്പോ പറഞ്ഞത് രാമദൂതസ്യ ദാസ എന്നാണ്. അപ്പോ രാമദാസനായിരിക്കുന്ന ദൂതൻ എന്ന അമ്മയോട് പറഞ്ഞു. അമ്മയെ കണ്ടപ്പോ പറഞ്ഞു, ഞാൻ രാമദൂതനായിരിക്കുന്ന ദാസ്യനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു, ബ്രഹ്മാദി ദേവതകൾ വിചാരിച്ചാലും രാമനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കിനെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാന് ശരണാഗതി ചെയ്യൂ, ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കൂ, ചെയ്ത തെറ്റ് ഭഗവാൻ ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞു. അഹങ്കാരം കൊണ്ട് മറ്റൊന്നിനെയും വകവയ്ക്കാത്ത രാവണൻ പറഞ്ഞു, ഇവനെ വധിക്കണമെന്ന് പറയുമ്പോൾ വിഭീഷണൻ അനുജൻ ധർമ്മം ഉപദേശിച്ചു, ദൂതനെ വധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ശിക്ഷ കൊടുത്തു വിടാൻ തീരുമാനിച്ച് വാലിലൊക്കെ തീ കൊടുത്തതും, പിന്നീട് അത് ലങ്കാനഗരത്തെ മുഴുവൻ ദഹിപ്പിക്കുന്ന തരത്തിൽ അഗ്നിഗോളമായിട്ട് തൻ്റെ വാലിനെ ചുറ്റും നടന്ന് കത്തിച്ച് ലങ്കയെ അഗ്നിക്ക് കൊടുത്തു എന്നാണ്. ആ സമയത്ത് തൻ്റെ വാലിലെ തീയെ സാഗരത്തില് ജലത്തില് അതിനെ മുക്കിക്കൊണ്ട് പിന്നീട് മഹേന്ദ്രഗിരിയിലേക്ക് പറന്നു. തൻ്റെ തുടയെ തട്ടി അവന് ആ ഒരു ആംഗ്യം കാണിച്ചു. മറ്റു വാനരന്മാർക്കൊക്കെ ഉത്സാഹമായി. എല്ലാവരും കൂടി വന്ന ചരിതങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. പിന്നീട് നേരെ അവർ ചെന്നത് ഭഗവാനെ മുഖം കാണിക്കാനായിട്ട് കിഷ്കിന്ധയിലേക്ക് ചെന്നു എന്നാണ്.
ഇതൊക്കെ നടന്നത് എത്ര ദിവസം കൊണ്ടാണെന്ന് വാൽമീകി രാമായണത്തിൽ പറയും. ഭഗവാൻ 1 മാസമാണ് ഇനി കാലയളവെന്ന് സീതാദേവി പറഞ്ഞു. അത് സീതാദേവിയിൽ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഹനുമാൻ പറഞ്ഞത്. അല്ലയോ കപിവര, നിന്നെ പോലെ കൃഷഗാത്രനായിരിക്കുന്ന വളരെ ചെറിയ രൂപത്തിലിരിക്കുന്ന വാനര, നിനക്ക് എങ്ങനെ രാമനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ വിശ്വരൂപത്തെ കാണിച്ചു. അങ്ങനെ പറഞ്ഞു, എന്റെ ദേവി എന്റെ ശരീരത്തിൽ കയറിക്കോളൂ, ഇപ്പോൾ തന്നെ ഞാൻ അങ്ങ് എത്തിക്കാന്നൊക്കെ പറഞ്ഞു. അത് ഹനുമാന്റെ ബുദ്ധിയാ. അപ്പോഴാണ് ദേവി പറഞ്ഞത്, അത് പറ്റില്ല, 1 മാസം ഞാൻ സമയം തന്നു. അപ്പൊ ദേവിയിൽ നിന്നാണ് കേട്ടത് 1 മാസം വരെ ഇനി ആ ശരീരം ഉപേക്ഷിക്കണമെന്ന ചിന്തയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അന്ന് രാവിലെയാണ് 1-ാം ദിവസം രാവണനെ മുഖം കാണിച്ചു. രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ എത്തി. അവർ കിഷ്കിന്ധയിലേക്ക് പുറപ്പെട്ടു. ഒറ്റ ദിവസം വേണ്ടി വന്നില്ല, ഉച്ചയ്ക്ക് മുന്നേ തന്നെ കിഷ്കിന്ധയിൽ എത്തിയെന്ന. അപ്പൊ ഇതെങ്ങനെ എത്തി? വാൽമീകി രാമായണത്തിൽ മുഴുവൻ ചോദ്യങ്ങളാണ് അതിന്റെ വ്യാഖ്യാനത്തിലുള്ളത്. പറഞ്ഞു, അതിന് വാൽമീകി ആദ്യം തന്നെ പറഞ്ഞു വെച്ചു. എന്താ, കുരങ്ങന്മാര് പറഞ്ഞു, ഞാൻ 10 ജാട, 20 ജാട, 30 ജാട, 40 ജാട, ഇവരൊക്കെ അങ്ങനെ ചാടി ചാടി പെട്ടെന്ന് യോജനകൾ താണ്ടി കിഷ്കിന്ധയിൽ എത്തിയെന്ന. എല്ലാവരും ഓരോരുത്തരായിട്ടാണ്. നമുക്ക് കുരങ്ങന്മാരുടെ വാനരന്മാരുടെ സഞ്ചാരം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ചാടി ചാടി അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ എത്തിച്ചേരുന്ന വഴിയിലാണ് ദതിമുഖൻ എന്നറിയപ്പെടുന്ന സുഗ്രീവൻ വിലക്കിയിരിക്കുന്ന മധുവനത്തില് ഈ വാനരന്മാരെത്തി. അവിടെയെല്ലാം ആനന്ദിച്ച് മധുപാനം ചെയ്തു എന്നറിയുന്നത്. അത് കേട്ട നിമിഷം സുഗ്രീവൻ പറഞ്ഞു, രാമനോട് പറഞ്ഞു, ദക്ഷിണ ദിക്കിൽ പോയവർ വിജയിച്ചാണ് വരുന്നത്. അതെന്തുകൊണ്ടെന്നും പറഞ്ഞു. ഞാൻ എന്റെ വാക്കിനെ ഒരിക്കലും ഭയത്തോടു കൂടിയല്ലാതെ വാനരന്മാര് അതിനെ എതിർക്കില്ല. അങ്ങനെയുള്ള വാനരന്മാര് മധുപാനം ചെയ്തു ആ വനത്തിൽ പോയെങ്കിൽ ഉറപ്പാണ് അവർക്ക് കാര്യം നടത്തി എന്ന ഉറപ്പ് അങ്ങനെ ബോധ്യപ്പെട്ടു എന്നാണ്. ഏതായാലും രാമചന്ദ്രനെയും അതോടൊപ്പം തന്നെ ലക്ഷ്മണനെയും സുഗ്രീവനെയും ഉൾപ്പെടെയുള്ളവരെ ഭഗവാൻ അവിടെ വന്ന് മുഖം കാണിക്കുന്നു. എന്നിട്ട് വിവരം പറയാനായിട്ട് എല്ലാവരും വന്ന് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ രാമചന്ദ്രന്റെ ദാസനായിരിക്കുന്ന പവനപുത്രനായിരിക്കുന്ന വജ്രംഗബലിയായിരിക്കുന്ന ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടായ കാര്യങ്ങളെ രാമന് വർണ്ണിച്ചു കൊടുക്കുന്നത്. ലങ്കാ വിവരണവും, ദേവി എവിടെ ഇരിക്കുന്നു, എത്ര ബുദ്ധിമുട്ടിയാണ് ദേവി എവിടെ ഇരിക്കുന്നത്, ദേവി ആ മരണശയ്യയുടെ മരണവക്കത്തിൽ നിന്നാണ് രാമായണം പാരായണം ചെയ്ത് ദേവിയെ അതിൽ നിന്ന് രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അടയാള വൃത്താന്തം, കാകാസുര വൃത്താന്തത്തെയൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കേട്ട നിമിഷം ചൂടാരത്നത്തെ കണ്ടപ്പോ രാമൻ തീരുമാനിച്ചു, ക്ഷണവീരം ജീവേയം വിന താമസേന ദേക്ഷണം. ഇനി ഒരു നിമിഷം പോലും സുഗ്രീവ താമസിക്കരുത്, പുറപ്പെടൂ. അങ്ങനെ അന്ന് തന്നെ ഫസ്റ്റ് ദിവസം 1-ാം ദിവസം മധ്യാഹ്നത്തില് ഇതേ സമയം അവര് പുറപ്പെട്ടു എന്നാണ്. ഈ പുറപ്പെട്ട ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സീതാദേവിയെ ഹനുമാൻ കാണുന്നതും തന്റെ മോതിരം കൊടുക്കുന്ന ദിവസവും സീതാ സ്വയംവരം നടന്ന ദിവസവും ഒന്ന് തന്നെയാണ്. പൈങ്കുനി ഉത്രം എന്നറിയപ്പെടുന്ന വളരെ വിശേഷപ്പെട്ട ദിവസം. രാമായണത്തിൽ എപ്പോഴും കാണാൻ പറ്റും നമുക്ക് ഒരേ മാസങ്ങൾ. ചിത്തിരമാസം ഭഗവാൻ ജനിച്ച മാസം, അത് ജനനത്തിന് മുമ്പ് അശ്വമേധയാഗം നടത്തിയ മാസം, പുത്രകാമേഷ്ടി നടത്തിയ മാസം, ഇങ്ങനെ എല്ലാം ഒരേ മാസത്തെ പിന്തുടർന്ന് വരുന്നത് രാമായണത്തിൽ കാണാം. അങ്ങനെ പൈങ്കുനി ഉത്ര ദിവസം തന്നെയാണ്, അത് വിവാഹ ദിവസം തന്നെയാണ് സീതയ്ക്ക് അങ്കുലീയം കിട്ടിയതും ഭഗവാന് ചൂടാരത്നം കിട്ടിയതും. അന്ന് തന്നെയാണ് ഉച്ചയ്ക്ക് വിജയ മുഹൂർത്തത്തിൽ പുറപ്പെട്ടു. യുദ്ധത്തിലായിട്ട് പുറപ്പെട്ട സന്ദർഭത്തിൽ അവിടെ ദക്ഷിണ കിഴക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്തു എന്നാണ്. ഹനുമാൻ അവിടെ ചെന്നത് തിരുങ്കുരംകുടി എന്നറിയപ്പെടുന്ന സ്ഥാനത്തിൽ മഹേന്ദ്രഗിരി, ഇപ്പോഴും ആ സ്ഥാനമുണ്ട്. ആ മഹേന്ദ്രഗിരിയിലെ പർവ്വതത്തിൽ കയറി നിന്നാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത്. അവിടേക്കല്ല അവർ സേതുബന്ധനത്തിന് എത്തിച്ചേരുന്നത് തിരുപ്പുല്ലാനി എന്നറിയപ്പെടുന്ന വളരെ വിശേഷപ്പെട്ട പുണ്യ ദിവ്യദേശത്തിൽപ്പെട്ടതാണ്. നമ്മളൊക്കെ അമ്പലപ്പുഴ പാൽപ്പായസം പേര് കേട്ടതുപോലെയാണ് തിരുപ്പുല്ലാനിയിലെ പാൽപ്പായസം, അല്ലെങ്കിൽ അവിടുത്തെ പായസം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് അവർ എത്തിച്ചേരുന്നു. പിന്നീട് ആ യുദ്ധകാണ്ഡത്തിൽ ആരംഭിക്കുമ്പോൾ തന്നെ രാമൻ അവിടെ പറഞ്ഞത് നമ്മൾ രാവിലെ പറഞ്ഞു, ഇതം തു മമ ദീനസ്യ മനോ ഭൂയാ പ്രകർഷതി യഥാഹ്യസ്യ പ്രിയാഖ്യാതുർന്ന കുർമീ സദൃശം പ്രിയം. എങ്ങനെയാണ് ഒരു ദൂതൻ ഉത്തമനായിരിക്കുന്നത്? തൻ്റെ ദൂത് കാര്യം നിർവഹിച്ചു എന്ന് മാത്രമല്ല, ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ എല്ലാ തരത്തിലുമുള്ള പൂർണ്ണ വിവരങ്ങളെ നൽകിയ ഉത്തമനായിരിക്കുന്ന ഒരു ഭൃത്യനാണ്, സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആലിംഗനം ചെയ്യുന്ന രംഗം. ഇത്യുക്ത പ്രഹിഷ്ടാംഗ രാമാസ്തം പരിഷ്യസജേ ഹനുമന്തം കൃതാത്മാനം കൃതകാര്യം ഉപാഗതം. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ ചേർത്ത് പിടിച്ചു എന്നാണ്. അങ്ങനെ ആ
ജീവാത്മ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ ഹനുമാന് കൊടുത്ത ഒരു അനുഗ്രഹത്തെ സൂചിപ്പിച്ചു. 2-ാം ദിനം, ദേവി പറഞ്ഞതിന്റെ 2-ാം ദിനം അവര് കടൽക്കരയിൽ എത്തി, തിരുപ്പുല്ലാനി ദേശത്തെത്തിയെന്നാണ്. ആ സന്ദർഭത്തിലാണ് ലങ്കയില് ഈ രാവണന്റെ ലങ്കാനഗരത്തെ ദഹിപ്പിച്ച ആ വാനരന്റെ പരാക്രമങ്ങളെ കണ്ട് ഞെട്ടിയ രാവണൻ മന്ത്രിമാരെയൊക്കെ വിളിച്ച് ആലോചന യോഗം കൂടുന്നത്. എന്തു വേണം? അവരെല്ലാവരും കൂടി പല മാർഗങ്ങളെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ഭക്തോത്തമനായ വിഭീഷണൻ അവിടെ എത്തിച്ചേരുന്നു. വിഭീഷണൻ പറഞ്ഞു, ജ്യേഷ്ഠ സഹോദര, ചെയ്യുന്നത് തെറ്റാണ്. അങ്ങ് ഒരിക്കലും മറ്റൊരു പത്നിയെ ആഗ്രഹിക്കാൻ പാടില്ല. മറ്റൊരാളുടെ പത്നിയെ തട്ടിക്കൊണ്ടു വന്നു, ഇതുവരെ ചെയ്തത് പോട്ടെ, ഇനിയെങ്കിലും ആ സീതാദേവിയെ കൊടുത്ത് ക്ഷമ പറയൂ എന്നൊക്കെ പറയുമ്പോൾ രാവണൻ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, വിഭീഷണ, നീ എന്റെ അനുജനായിട്ട് ഇനിയൊരു വാക്കുകൂടി വേണ്ടിയാൽ എന്റെ വാളിന് നീ ഇരയാകും. ജീവൻ വേണമെങ്കിൽ പൊക്കോളൂ. അങ്ങനെ വിഭീഷണൻ അവിടെ ജ്യേഷ്ഠനോട് വിടവാങ്ങി 4 പേരെയും കൂട്ടിപ്പോയി എന്നാണ്. അനലൻ, ശരഭൻ, സമ്പാദി, പ്രഹസനൻ. നമ്മൾ ആദ്യം കേട്ട ഒരു സമ്പാദിയല്ല. ഈ പുരാണങ്ങളിലെ നാമങ്ങൾ ഇങ്ങനെയാണ്, ഒരേ പേരുകൾ പല സ്ഥലത്ത് ആവർത്തിക്കും. അപ്പൊ നമ്മളുടെ മനസ്സിലൊരു കഥാപാത്രം പതിഞ്ഞെങ്കിൽ അത് തന്നെയാണോ എന്ന് സംശയിക്കും. അങ്ങനെയല്ല. അങ്ങനെയുള്ള 4 ആളുകളെയും കൂട്ടി, അനുചരന്മാരെയും കൂട്ടി വിഭീഷണൻ അവിടെ ചെന്നു എന്നാണ്. അവിടെ ചെന്ന സമയത്തെ കുറിച്ച് വാൽമീകി എഴുതി, അസ്മിൻ മുഹൂർത്തം ന ഭവേത്വം ത്വദ്ദിക് കുലവാംസന ഇത്യുക്ത പുരുഷം വാക്യം ശ്യായവാദി വിഭീഷണ അന്തരീക്ഷഗതാ ശ്രീമാൻ ഭ്രാതദൈവ രാക്ഷസാധിപം. അവിടെ ശ്രീമാൻ എന്ന് വിഭീഷണനെ വാൽമീകി സൂചിപ്പിക്കുന്നുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണത്. എന്തുകൊണ്ടെന്നാൽ വിഭീഷണൻ ചെന്ന് ഭഗവാന്റെ കിങ്കരനായിട്ട്, ഭഗവാന്റെ ദാസനായിട്ട് മാറിയ ശേഷം ശ്രീമാൻ എന്ന് വിളിച്ചാൽ അതിനെ നമുക്ക് അംഗീകരിക്കാം. ശ്രീയപ്പതിയായിരിക്കുന്ന ഭഗവാന്റെ സമീപത്ത് ചെന്ന് ഭഗവാന്റെ പ്രസാദം ലഭിച്ചാൽ ശ്രീ മഹാലക്ഷ്മി നമ്മളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ശ്രീമാൻ എന്ന് നമുക്ക് വിളിക്കാം. പക്ഷെ എന്താ ചെല്ലുന്ന വഴിയിലേക്ക് അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്, ഈശ്വര സന്നിധിയിലേക്ക് പോകാൻ നമ്മൾ വിചാരിച്ചാൽ, മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അപ്പൊ തന്നെ ശരണാഗതിയായി എന്നാണ് അതിന്റെ വ്യാഖ്യാനം. അങ്ങനെ ഈ ഒരു ശ്ലോകത്തെ, ഈ ഒരു ഭാഗത്തെ വളരെ വിശേഷപ്പെട്ട കവിതാർഹിക സിംഹായ കല്യാണ ഗുണശാലിനെ ശ്രീമദ് വെങ്കടനാഥാര്യ വന്ദേ വേദാന്ത ഗുരവേ നമ എന്നറിയപ്പെടുന്ന വേദാന്ത ദേശികൻ 12-ാം നൂറ്റാണ്ടിൽ ജനിച്ചിരുന്ന 700-750 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്, അഭയപ്രദാന സാരം. ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ അധ്യാത്മ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. അതിന് അവിടെ വ്യക്തമായിട്ട് പറയുന്നു എന്താണ് ആ ശരണാഗതി. ഭഗവാന്റെ മുമ്പിലൊക്കെ നേരത്തെയൊക്കെ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വഴിപാട് കൗണ്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വഴിപാടാണ് അടിമ കിടത്തല്. പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളും പൂജയ്ക്കൊക്കെ പോകുമ്പോൾ പലയിടത്തും കാണും അടിമ കിടത്തല്. ഇപ്പൊ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഭഗവാന്റെ ശ്രീകോവിലിന് മുമ്പിൽ കിടത്തും, കുറച്ച് ജലം തെളിക്കും, കഴിഞ്ഞു. എന്താണ് അടിമ കിടത്തല് അല്ലെങ്കിൽ എന്താണ് ശരണാഗതി എന്ന് നമ്മൾ ഈ പുരാണങ്ങളിലൂടെ പോയാലേ അതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാവും. ബാഹ്യമായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പലതും കാട്ടിക്കൂട്ടലുകളാണ്, പക്ഷെ അതിന്റെ ആന്തരിക അർത്ഥം അറിയാതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഗുരുവായൂരൊക്കെ നിരവധി പേരെ അങ്ങനെയൊക്കെ കുട്ടികളെ അവരുടെ സമ്പ്രദായത്തിൽ അവിടെ കിടത്തും. പക്ഷേ അത് നമ്മൾ സ്വയമേവ അറിഞ്ഞ് ചെയ്യേണ്ടതാണ് ഈശ്വരന്റെ ശരണാഗതി. സ്നേഹം പരുഷ്യസ്തേന ദാസവശാവമാനിത ത്യക്ത പുത്രാംശധാരാംശ രാഘവം ശരണം ഗത എന്ന വളരെ വിശേഷപ്പെട്ട ആ ശ്ലോകത്തോടുകൂടി രാഘവനെ ഇതാ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് അവിടെ വിഭീഷണൻ വന്ന് പറഞ്ഞു. രാമൻ എത്തിച്ചേർന്നത് വാനര സൈന്യത്തോടു കൂടിയ മിത്രമായിരിക്കുന്ന സുഗ്രീവൻ ഉൾപ്പെടെ. അപ്പൊ തന്നെ വന്ന് എന്റെ കൂടെ നിന്നോളാൻ രാമന് പറയാൻ പറ്റില്ല. എല്ലാവരെയും വിളിച്ചു, ഓരോരുത്തരുടെ അഭിപ്രായം ചോദിച്ചു. അങ്ങനെ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന കൂട്ടത്തില് നീലനും നളനും ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവിടെ അങ്കദൻ പറഞ്ഞു, ഇവൻ രാക്ഷസനാണ്, തന്റെ സഹോദരനായിരിക്കുന്ന രാവണനെ ഉപേക്ഷിച്ച് വന്നതാണ്, അതുകൊണ്ട് ഇവൻ പറഞ്ഞത് കൊണ്ട് ഇവനെ സ്വീകരിക്കാൻ പറ്റില്ല, പരീക്ഷ നടത്തി നമുക്ക് നോക്കാം, അതിൽ ഇവൻ വിജയിക്കുമെങ്കിൽ ഇവനെ കൂട്ടിച്ചേർക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. പ്രത്യേകിച്ച് വാനരന്മാര് പറഞ്ഞു, വേണ്ട, ഇവൻ രാക്ഷസനാണ്, ഇവനെ പറഞ്ഞു വിടൂ എന്ന് ബഹളമൊക്കെ ആയി. അപ്പോഴാണ് സുഗ്രീവൻ ഓടി വന്നത്. അവിടെ സുഗ്രീവൻ പറഞ്ഞു, ഒരു തരത്തിലും ഇവനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല.
അപ്പോഴാണ് ഭഗവാൻ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ കേട്ടു. ഹനുമാനെ അടുത്ത് വിളിച്ചു. ഹനുമാനോട് ചോദിച്ചു, ഹനുമാനെ എന്താ വേണ്ടത്? ഇവൻ നല്ലവനാണോ അതോ മോശക്കാരനാണോ? ഇവനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഹനുമാനോട് ചോദിച്ചു. അപ്പൊ ഹനുമാൻ പറഞ്ഞു, മിത്രഭാവേന സംപ്രാപ്തം ന ത്യജേയം കദർശന ദോഷോ യദ്യപി യസ്യ സ്യാത് സാധമേത ഗർഹിതം. അല്ലയോ ഭഗവാനെ, ഈ വിഭീഷണന്റെ മകള് ത്രിജടയാണ് സീതാദേവിക്ക് അവിടെ സഹായത്തിനുള്ളത്. മറ്റുള്ള മുഴുവൻ രാക്ഷസിമാരും സീതയെ മോശപ്പെട്ട വാക്കുകളെ കൊണ്ട് രാവണന് വിധേയമാക്കാൻ പരിശ്രമിക്കുമ്പോ അതിൽ നിന്നും ഒരു ആശ്വാസവാക്ക് കൊടുക്കുന്നത് വിഭീഷണന്റെ മകള് ത്രിജടയാണ്. മാത്രമല്ല, വിഭീഷണൻ എന്നെ അവിടെ വധിക്കാനായിട്ട് നിർദ്ദേശിക്കുന്ന സമയത്ത് ധർമ്മം പറഞ്ഞ് എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. രാവണന്റെ ആ വധിക്കുക എന്ന് പറയുന്ന കർമ്മത്തിൽ നിന്നും എന്നെ രക്ഷിച്ചവനാണ് വിഭീഷണൻ. എല്ലാ തരത്തിലുമുള്ള ഒരു ജ്ഞാനിയാണ്, അങ്ങയുടെ ഭക്തനാണ്. അതുകൊണ്ട് വിഭീഷണന്റെ ഉള്ളിൽ നന്മയുണ്ട്. അതുകൊണ്ട് ഭഗവാനെ വിഭീഷണനെ സ്വീകരിക്കാം എന്ന് അവിടെ പറയുന്നു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞ വളരെ വിശേഷപ്പെട്ട ഒരു വാക്കുണ്ട്. മിത്രഭാവേന സംപ്രാപ്തം ന ത്യജേയം കദർശന ദോഷോ യദ്യപി തസ്യ സ്യാത് സദാമേധ ഗർഹിതം. ഹനുമാനെ, ഒരാളിൽ ഗുണമുണ്ട് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ദോഷമുണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഗുണദോഷങ്ങളെ തിരിഞ്ഞുകൊണ്ടല്ല എൻ്റെ മുന്നില് ഒരാളെ ശരണാഗതിയിൽ ഞാൻ സ്വീകരിക്കുക. അവിടെ വളരെ വിശേഷപ്പെട്ട നാരായണ ഉപനിഷത്തിലെ ഒരു വാക്യമുണ്ട്. ഹൃദം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണപിംഗളം ഊർധരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. ഹൃദം സത്യം പരബ്രഹ്മം. ഈ പ്രപഞ്ചത്തില് ദോഷവും ഗുണവും കാണുന്നത് നമ്മളാണ്. നമുക്ക് ദോഷമെന്ന് തോന്നുന്നത് മറ്റു ചിലർക്ക് ഗുണമാണ്. നമുക്ക് ഗുണമാണെന്ന് തോന്നുന്നത് മറ്റു ചിലർക്ക് ദോഷവുമാണ്. ഇത് വ്യക്തിപരമാണ്. ഇവിടെ ഇരിക്കുന്ന 50 60 അല്ലെങ്കിൽ 100 ആളുകൾക്ക് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഗുണദോഷ ചിന്തനയുണ്ട്. അതൊരിക്കലും ഈശ്വരനിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഭഗവാന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എല്ലാവരും സമരാണ്. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ രാമാവതാരത്തിന് മുന്നേ ദുഷ്ടരായിരിക്കുന്ന രാക്ഷസരെ വധിക്കണം എന്ന് ദേവന്മാര് പറഞ്ഞതും നമുക്ക് നല്ല പരിചിതമായ ഒരു കഥ. കൃഷ്ണാവതാരത്തിന് മുമ്പ് ഭൂമി ഗോരൂപം സ്വീകരിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്ന് പറയുന്നു, ഭഗവാനെ, കലിയുഗ ആരംഭത്തിന് മുമ്പ് ദുഷ്ടരായിരിക്കുന്ന രാജാക്കന്മാരെയൊക്കെ കൊണ്ട് പൊറുതിമുട്ടി അവരെയൊക്കെ വധിച്ചുകൊണ്ട് എൻ്റെ ഭാരം, ഭൂമിയുടെ ഭാരം തീർക്കണേ എന്ന് ഭൂമിദേവി വന്ന് പ്രാർത്ഥിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ? എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം അറിയുന്ന ഈശ്വരന് പിന്നെ ഇവിടെ ആ മോശപ്പെട്ട ആളുകളെ ഇല്ലാതാക്കി നല്ല ആളുകളെ മാത്രം വെച്ചാ പോരെ? അല്ലേ? ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ഇവിടെ നല്ല ആളുകള്, നല്ല ഭക്തന്മാര്, നല്ല ആളുകളെ മാത്രം സൃഷ്ടിച്ചാ പോരെ? എന്തിനാ മോശപ്പെട്ട ആളുകളെ സൃഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണോ? പലരും ഈ ജാബാലിയെ പോലുള്ള പടുവിഡ്ഢിത്തരം പറയും. ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, എല്ലാം ഭഗവാൻ അറിയാം, ഭഗവാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ തന്നിരിക്കും. ആ പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ദേവന്മാര് ചെന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഭൂമിദേവി ചെന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? കാരണം എന്താ? അവിടെ ബ്രഹ്മമാണ്. ഇന്നലെ നമ്മളൊരു കഥ പറഞ്ഞപ്പോ പറഞ്ഞു, ഹനുമാനോട് ചോദിക്കുന്നു ഭഗവാൻ, ഹനുമാനെ, അങ്ങ് എന്റെ ആരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഹനുമാൻ പറയും, അങ്ങ് ഈ അയോധ്യാധിപതിയായിരിക്കുന്ന രാജാവായിരിക്കുന്ന സൂര്യവംശത്തിലെ തിലകമായിരിക്കുന്ന രാമനായിട്ടാണ് ഈ ശരീരത്തിൽ ഇരുന്നാ ചോദിച്ചതെങ്കിൽ അങ്ങയുടെ ദാസനാണ് ഈ ഹനുമാൻ. ഇനി ശരീരമല്ല, അങ്ങ് ആത്മാവായിട്ടാണ് ചോദിച്ചതെങ്കിൽ, പരമാത്മാവായിട്ടാണ് ചോദിച്ചതെങ്കിൽ, ഭഗവാനെ, അതിന് എനിക്ക് ഉത്തരവുണ്ട്. ഞാൻ ആ പരമാത്മാവിന്റെ പ്രതിബിംബമായ ജീവാത്മാവാണെന്ന്. ഇനി അതല്ല, അങ്ങ് പരബ്രഹ്മമായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറയുന്ന ആ അവസ്ഥയിലാണ് ചോദ്യം ചോദിച്ചതെങ്കിൽ, അല്ലയോ ഭഗവാനെ, അങ്ങും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, ബ്രഹ്മം തന്നെ.
എന്താ അത് പറഞ്ഞതിന്റെ അർത്ഥം? ബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥയിൽ ലയിച്ചിരിക്കുന്ന ഭഗവാന്റെ യോഗനിദ്രയിലെ ഭഗവാന് ഗുണദോഷങ്ങളില്ല. ഭഗവാൻ ഉണർന്നാൽ മാത്രമേ ഗുണദോഷങ്ങളുള്ളൂ. അതാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടാവതല്ല. പിന്നെ പറഞ്ഞു ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു. ഓം എന്ന് പറയുന്ന ബ്രഹ്മവാക്യം, അത് ലയത്തിൽ യോഗനിദ്രയിൽ പള്ളികൊള്ളുന്ന ഭഗവാന്റെ രൂപമാണ് ഓംകാരം. അവിടെ മൂന്നായി പിരിഞ്ഞു. മൂന്ന് ഗുണങ്ങൾ സൃഷ്ടി ആരംഭിച്ചപ്പോ പറഞ്ഞു സത്വരജ തമോ ഗുണങ്ങളിൽ നിന്നും സൃഷ്ടി ഉണ്ടായി. ഈ സത്വരജ തമോ ഗുണങ്ങൾ മൂന്നായതുകൊണ്ട് ഇതില് ഗുണദോഷങ്ങൾ, ഇതാണ് ഗുണം. ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നുമുള്ള നല്ലതും മോശവും നമ്മൾ കാണുന്നു, അല്ലെ? ഭൂമിക്ക് മുകളിലൂടെ ഇന്ന് പ്രത്യേക ഉപകരണങ്ങൾ അനുസരിച്ചൊക്കെ ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റ് വഴി ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. അവര് കാണുന്ന കാഴ്ചയല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ഇവിടെ നിന്നും കാണുന്നതല്ല അവരവിടെ നിന്നും നമ്മളെ കാണുന്നത്. ഇതൊക്കെ നമ്മളുടെ ചെറിയ മനസ്സിന്റെ ചിന്താഗതിയിലൂടെ നമ്മൾ കാണുന്ന വീക്ഷണകോണുകളാണ്. അതുകൊണ്ട് ഗുണദോഷങ്ങള് അല്ല, എന്റെ മുന്നിൽ എത്തുന്നവൻ ആരായാലും അവന് ശരണാഗതി ഞാൻ കൊടുത്തിരിക്കുമെന്ന് ഭഗവാന്റെ വാക്കാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. അവിടെ പറയുന്നു സർവ, അതോടൊപ്പം തന്നെ അവിടെ സുഗ്രീവൻ വന്ന് പറഞ്ഞു, ഈ സഹോദരനെ ഉപേക്ഷിച്ചുകൊണ്ട് രാവണനെ വധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാവണനിൽ നിന്നും രാജ്യം കൈക്കലാക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന വിഭീഷണനെ അങ്ങ് ഒരു തരത്തിലും വിശ്വസിക്കരുത് എന്ന് സുഗ്രീവൻ പറഞ്ഞു. ആരാ പറഞ്ഞത്? സുഗ്രീവനാണ്. സുഗ്രീവൻ പണ്ടെന്താ ചെയ്തത്? തന്റെ സഹോദരനെ വധിച്ച് ആ കിഷ്കിന്ധയെ നേടാനായിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന ആള് തന്നെയാണ് ഇപ്പം മാറ്റി പറയുന്നത്. എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മൾ ഇങ്ങനെയാ, തരത്തിനനുസരിച്ച് നമ്മളുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാനും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാക്ക് പറയുകയും മറക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യും. സുഗ്രീവൻ നമ്മളുടെ ഒരു പ്രതിനിധിയാ. സുഗ്രീവൻ പറയുന്നു ഇത്തരത്തിലുള്ളവനെ വിശ്വസിക്കരുത് ഭഗവാനെ. അപ്പോ അവിടെ ഭഗവാൻ അതിനൊരു മറുപടി പറയും, അല്ലയോ സുഗ്രീവ, ന സർവേ ഭ്രാതരസ്ഥാനി ഭവന്താദി ഭരതോപമ മദ്വിധാവാ പിതുപുത്ര സുഹൃതോവാ ഭവദ്വിധ. അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആരെയെങ്കിലും ഈ ഭൂമിയിൽ കാണാൻ പറ്റുമോ? അതുപോലെ പിതാവിന്റെ വാക്കിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന രാമനെ പോലൊരാളെ കാണാൻ പറ്റുമോ? അതുപോലെ സഹോദരന്റെ വാക്കിനെ ശിരസാ വഹിക്കുന്ന ഭരതനെ പോലുള്ള ഒരാളെ കാണാൻ പറ്റുമോ? പിന്നെ പറഞ്ഞു, അങ്ങേ പോലുള്ള, പറഞ്ഞ ആളെയും കൂടി ഒന്ന് മനസ്സിന് വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു പറഞ്ഞു, അങ്ങേ പോലുള്ള ഒരു സുഹൃത്തിനെയും കണ്ടു കിട്ടാൻ സാധിക്കുമോ? ഇല്ല. അവിടെ 3 കാര്യങ്ങളെ എടുത്തുകൊണ്ട് പറഞ്ഞു. ഒന്ന്, രാക്ഷസനായതുകൊണ്ട് ഇവനെ വിശ്വസിക്കരുതെന്ന് വാനരന്മാര് സുഗ്രീവൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, രാവണന്റെ വധം നടക്കാൻ ആഗ്രഹിച്ച് ലങ്കാരാജ്യം സ്വന്തമാക്കണമെന്ന് ചിന്തിച്ചു വന്ന ഇവനെ വിശ്വസിക്കരുത്. മൂന്നാമതായിട്ട് അവരൊരു അഭിപ്രായം പറഞ്ഞു, ഇവര് തമ്മിലുള്ള ചിലപ്പോ ഒരു നാടകമായിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ നാടകങ്ങൾ TV ചാനലിലൂടെ ഒക്കെ കാണും. ഇങ്ങനെ എന്തിനോ വേണ്ടി ഇതൊക്കെ നാടകമാണെന്ന് നമുക്കും അറിയാം. പലതരത്തിലുള്ള വാർത്തകളിലും പലതരത്തിലുള്ള അഭിനയങ്ങളും ഒക്കെ നമ്മൾ കാണാം. അവരവരുടെ കാര്യം നേടാനായിട്ട് ഇത്തരത്തില് അഭിനയമായിരിക്കും. ഇവര് തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവും. പക്ഷെ ഇവര് സമരം ചെയ്യുന്നതൊക്കെ ആയിട്ട് അഭിനയിക്കും. എന്നതുപോലെ ഇവിടെ വിഭീഷണൻ അഭിനയത്തോടു കൂടി വന്നതാണ്. രാവണനായിട്ട് വഴക്ക് പിടിച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇവന് തക്കം കിട്ടിയാൽ ചിലപ്പോൾ നമ്മളെ വധിക്കും. നമ്മളുടെ സൈന്യത്തില് നമ്മളുടെ സീതയെ രക്ഷിക്കാനുള്ള, രാവണനെ വധിക്കാനുള്ള നമ്മളുടെ സൈന്യത്തിൽ നുഴഞ്ഞു കയറി നമുക്കെതിരെ പ്രവർത്തിക്കാൻ വന്നതായിരിക്കും. ഇവന് കൊടുക്കരുത്, ഇവന് ശരണാഗതി കൊടുക്കരുത് എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അല്ലയോ സുഗ്രീവ, ഇത്തരത്തിൽ യാതൊരു ചിന്തയും വേണ്ട. കാരണം എന്തെന്ന് പറഞ്ഞു, പിശാചാൻ ദാനവാൻ യക്ഷാൻ പൃഥവ്യം വൈ രാക്ഷസാൻ അങ്കുല്യ അഗ്രേണതാൻ ഹന്യാമിച്ചൻ ഹരി ഗണേശ്വര. ഭഗവാൻ ഒരൊറ്റ വാക്കിൽ സുഗ്രീവനോട് മറുപടി പറഞ്ഞു, പിശാചാൻ ദാനവാൻ യക്ഷാൻ പൃഥവ്യം ചൈവ രാക്ഷസാൻ. ആരൊക്കെ? പിശാച്, ദാനവന്മാര്, യക്ഷന്മാര്, ഈ ഭൂമിയിലുള്ള രാക്ഷസന്മാര്. ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ച് അങ്കുല്യ അഗ്രേണ, എൻ്റെ വിരലിന്റെ ഒരു അറ്റം, അങ്കുല്യ അഗ്രം, എൻ്റെ കൈവിരലിന്റെ ഒരു ചെറിയ ഞൊടി കൊണ്ട് മാത്രം തന്നെ ഞാൻ വിചാരിച്ചാൽ ഇവരെയൊക്കെ ഭസ്മമാക്കി തീർക്കാൻ സാധിക്കും. അങ്ങനെയുള്ള എനിക്ക് വിഭീഷണൻ ഒരു ഭീഷണിയാണെന്ന് നിങ്ങൾ ധരിക്കരുത് എന്ന് രാമൻ സ്വയം പറഞ്ഞു.
ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം, അങ്ങനെയെങ്കിൽ പിന്നെ ഈ വാനരസേനയായിട്ട് എന്തിനാ വന്നത്? ഭഗവാൻ ഒറ്റയ്ക്ക് വിചാരിച്ചത് നേടാൻ പാടില്ലേ? അപ്പോ രാമൻ പറഞ്ഞു, അതല്ല, ഞാൻ ഈ വാനരസേനയുമായിട്ട് എന്തിനാ രാവണനോട് യുദ്ധത്തിന് വരുന്നത്? ഈ ഒറ്റയ്ക്ക് വന്നാൽ ചിലപ്പോ രാവണൻ ചിന്തിക്കും, ഒറ്റയ്ക്കാണല്ലോ വരുന്നത്, രാമനെ വീഴ്ത്തിക്കൊണ്ട് വിജയം നേടാവുന്നു. പക്ഷെ വാനരസേനയായിട്ട് വരുമ്പോ രാവണൻ ഒരുപക്ഷെ ചിന്തിച്ചാലോ, ഇത്രയും വരുന്ന അത് സുഗ്രീവനോടാ പറയുന്നത്, നിങ്ങളോടൊക്കെ കൂടി ചേർന്ന് വരുമ്പോ ചിലപ്പോ ഭയപ്പെട്ട് രാവണൻ എന്റെ അടുത്ത് ഇതേപോലെ ശരണാഗതി അടഞ്ഞാലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടി വന്നത് എന്ന് ഭഗവാൻ സുഗ്രീവനോടായിട്ട് അവിടെ സൂചിപ്പിച്ചു. പിന്നീട് പറഞ്ഞു, സുഗ്രീവ, ഞാനൊരു കഥ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു, ശ്രൂയതേഹി കബോധേന ശത്രുശരണമാഗത. ഈ കഥ ഭാഗവതത്തിലും ഉണ്ട്. ഒരു കാട്ടാളൻ ഒരിക്കല് തൻ്റെ ഭക്ഷണം അന്വേഷിച്ച് വന്നു. ഒരു മരക്കൊമ്പില് രണ്ട് പക്ഷികള് അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ആഹാരം ചിന്തിച്ച ഈ കാട്ടാളൻ തൻ്റെ അസ്ത്രം പ്രയോഗിച്ച് ആ രണ്ട് മിഥുനങ്ങളെ, ആ ആൺപക്ഷിയും പെൺപക്ഷിയും ഇരുന്നതിൽ ഒരു പക്ഷിയെ എയ്തു വീഴ്ത്തി. ആ പക്ഷിയുമായിട്ട് തൻ്റെ ഭവനത്തിലേക്ക് വന്നു. അതിനെ തൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് ഭക്ഷിച്ചു. അതിനുശേഷം കുറെ കാലം കഴിഞ്ഞു. പിന്നീട് ഈ വേടൻ വീണ്ടും ഒരിക്കൽ ഭക്ഷണം അന്വേഷിച്ച് അതേ മരത്തിന്റെ അതേ സ്ഥാനത്ത് തന്നെ വന്നപ്പോ തൻ്റെ പാതി നഷ്ടപ്പെട്ട മറ്റ കിളി, ആ രണ്ട് ആൺപക്ഷിയും പെൺപക്ഷിയും ഇരുന്നതില് ഒരു പെൺപക്ഷിയെയാണ് ആദ്യം വധിച്ചത്. പിന്നീട് ആൺപക്ഷി ഇങ്ങനെ കാത്തിരുന്നു. വീണ്ടും ഒരിക്കൽ ഈ കാട്ടാളൻ വന്ന സമയത്ത് കാട്ടാളനെ കണ്ടപ്പോ എന്ത് ചെയ്തു? ഈ പക്ഷി തൻ്റെ ചുണ്ടുകൊണ്ട് കുറച്ച് അഗ്നിയൊക്കെ കൂട്ടി അതിനെ ജ്വലിപ്പിച്ചു. അവിടെ വേടൻ അതിന്റെ സമീപത്ത് തണുപ്പിനെ അകറ്റാനായിട്ട് ചൂട് കൊടുത്തു, അഗ്നി ജ്വലിപ്പിച്ച്. പിന്നീട് വിശന്ന് ഒന്നും കിട്ടാതിരുന്ന ഈ വേടന്റെ മുമ്പിൽ, അല്ലെങ്കിൽ കാട്ടാളന്റെ മുമ്പില് ഈ പക്ഷി സ്വയമേവ വന്ന് ആ തീയിലേക്ക് വന്ന് ചാടി ഈ വന്ന അതിഥിയെ സ്വീകരിക്കാൻ തന്റെ ശരീരത്തെ കൊടുത്ത് ത്യാഗം ചെയ്ത ആ പക്ഷിയുടെ കഥ അവിടെ രാമൻ പറഞ്ഞു കൊടുത്തു. അത് തൻ്റെ പാതിയായിരിക്കുന്ന തൻ്റെ ശരീരത്തിന്റെ ഭാഗഗതിയായിരിക്കുന്ന പെൺപക്ഷിയെ എയ്തു വീഴ്ത്തിയ വേടന് വേണ്ടി ഈ ആൺപക്ഷി വിശന്ന സമയത്ത് തന്റെ ശരീരം തന്നെ കൊടുത്ത് ത്യാഗം അനുഭവിച്ചു. രാമൻ പറയുക, ഇവിടെ രാവണനാകുന്ന കാട്ടാളൻ എന്റെ പാതിയായിരിക്കുന്ന സീതയെ തട്ടിക്കൊണ്ടുപോയി, വധിച്ചിട്ടില്ല. അങ്ങനെ ആ കാട്ടാളന്റെ അടുത്തു നിന്നും രക്ഷപ്പെട്ടു വന്ന ഈ വിഭീഷണന് ഞാനൊരു ശരണാഗതിയെങ്കിലും കൊടുക്കണ്ടേ? ആ പക്ഷി തന്റെ ശരീരമാണ് കൊടുത്തത്. ഞാൻ അതിന് പകരം എന്നോട് ശരീരമല്ലല്ലോ ചോദിച്ചത്, എന്റെ ശരണാഗതി എന്റെ കൂടെ നിന്നോട്ടെ എന്നല്ലേ ചോദിച്ചത്, അതുകൂടി ഞാൻ കൊടുക്കണ്ടേ സുഗ്രീവ എന്ന് ചോദിച്ച് മറ്റൊരു കഥ കൂടി പറഞ്ഞു. അവിടെ പറഞ്ഞു, ഒരിക്കല് ഇതേപോലെ തന്നെ ഒരു വേടൻ അല്ലെങ്കിൽ ഒരു കാട്ടാളൻ, ആ കാട്ടാളൻ നായാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പുലി അതിനെ ഓടിച്ചു. ഭയപ്പെട്ടു പോയി കാട്ടാളൻ. ഓടി ഒരു മരത്തിലേക്ക് വന്ന് കയറിയെന്നാണ്. ഈ മരത്തിലേക്ക് കയറിയ സമയത്ത് അവിടെ ഒരു കുരങ്ങൻ ആ മരത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോ താഴെ പുലിയാണ്, മുകളിലെ ഈ കുരങ്ങനും പേടിച്ചു. താഴെ പുലി ആയതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ മാർഗമില്ലല്ലോ. അങ്ങനെ ഈ വേടനും അതോടൊപ്പം കാട്ടാളനും കുരങ്ങനും കൂടി ആ വൃക്ഷത്തിൽ ഇരിക്കുന്നു. പുലി താഴെ ഇങ്ങനെ വട്ടവിട്ട് പറക്കുക, ഇവരിൽ നിന്ന് ഒരാളെ കിട്ടിയിട്ട് വേണം ഇന്നത്തെ വിശപ്പ് തീർക്കാൻ. അങ്ങനെ ചുറ്റിക്കറങ്ങിയിരിക്കുമ്പോ കുറെ സമയം കഴിഞ്ഞു. ഈ ക്ഷീണവും ദാഹവും ഒക്കെ മൂലം ഈ കാട്ടാളന് ഉറക്കം വന്നു തുടങ്ങി. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവിടെ ആ കുരങ്ങൻ പറഞ്ഞു, ഞാൻ കാവലിരിക്കാം, ശ്രദ്ധിച്ചോടെ ഇരിക്കാം, പുലി പോയോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്, അങ്ങ് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഈ കുരങ്ങന്റെ മടിയിൽ തല വെച്ച് ഈ കാട്ടാളൻ ഉറങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോ ഈ കുരങ്ങനോട് പുലി പറഞ്ഞു, അവൻ മനുഷ്യനാണ്, നമ്മളുടെ ജാതിയല്ല, മൃഗജാതിയല്ല, അവനെ തള്ളി താഴെയിട്, ഞാൻ ഭക്ഷിക്കാം, എന്നിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞു. കുരങ്ങൻ പറഞ്ഞു, അവന്റെ കയ്യിൽ ആയുധത്തോടു കൂടി ആ മരത്തിൽ കയറി വന്നത്. കാട്ടാളനാണ്, ആയുധം കയ്യിലുണ്ട്. പക്ഷേ ആയുധത്തോടു കൂടിയാണെങ്കിലും എന്റെ മുന്നിൽ വന്ന ആ അതിഥിയെ ഞാൻ തള്ളി താഴെയിടുന്നത് ധർമ്മമല്ല, അതുകൊണ്ട് ഞാൻ ഇവനെ തള്ളി താഴെയിടില്ല എന്ന് കുരങ്ങൻ പറഞ്ഞു. പിന്നീട് ഇവന് കുറെ നേരമൊക്കെ കഴിഞ്ഞു. ഈ കാട്ടാളൻ ഉണർന്നു.
ഉണർന്നു കഴിഞ്ഞിട്ട് വീണ്ടും കാട്ടാളൻ കുറെ സമയം കഴിഞ്ഞു. ഈ കുരങ്ങൻ ഉറക്കം വന്നു. കുരങ്ങൻ ഈ കാട്ടാളന്റെ മടിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പുലി ഇതേ കാര്യം കാട്ടാളനോട് പറഞ്ഞു. ഇനി കുരങ്ങെങ്കിൽ കുരങ്ങ്, എന്തെങ്കിലും കിട്ടിയാൽ മതി ഭക്ഷണത്തിന്. ആ കുരങ്ങനെ തള്ളി താഴെയിടാൻ പറഞ്ഞു. കുരങ്ങനെ തള്ളി താഴെയിട്ടു. ഈ വേടൻ മനുഷ്യൻ കുരങ്ങനെ തള്ളി താഴെയിട്ടു. അപ്പൊ കുരങ്ങൻ താഴെ വീണപ്പോ പരിഭ്രമിച്ചു പോയി പുലിയുടെ മുമ്പില്. അപ്പൊ പുലി പറഞ്ഞു കുരങ്ങനോട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവൻ മനുഷ്യനാണ്, നമ്മളുടെ കൂടെ ഉള്ളതല്ല. എല്ലാവരും വാനര ബുദ്ധി എന്ന് നിങ്ങളോടല്ലേ പറയുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ കാണിച്ചതാരാ? ഈ കുരങ്ങനല്ലേ. അത് കുരങ്ങനോട് പറഞ്ഞു, മനുഷ്യനല്ലേ, ഒരു ദയയും കരുണയില്ലാത്തത്. അതുകൊണ്ട് വീണ്ടും ചെന്ന്, ഞാൻ നിന്നെ കൊല്ലുന്നില്ല, നീ മരത്തിലേക്ക് വലിഞ്ഞു കയറി അവനെ എങ്ങനെയെങ്കിലും പിച്ചിയുമാക്കി എങ്ങനെയെങ്കിലും തള്ളി താഴെ ഇടാൻ പറഞ്ഞു. അങ്ങനെ പുലിയുടെ വാക്കും കേട്ടുകൊണ്ട് കുരങ്ങൻ നേരെ മരത്തിന്റെ മുകളിൽ കയറി. പുലി പറഞ്ഞു തള്ളി താഴെയിട് എന്ന് പറഞ്ഞു. അപ്പൊ കുരങ്ങൻ പറഞ്ഞ മറുപടിയാണ്, ഇവൻ എന്നെ തള്ളി താഴെയിട്ടെങ്കിലും ഇവൻ എന്നെ ആശ്രയിച്ച്, അല്ലെങ്കിൽ ഈ മരത്തെ ആശ്രയിച്ച് എന്റെ വീടായിരിക്കുന്ന ഈ മരത്തിലേക്ക് വന്ന് കയറിയത് കൊണ്ട് ആതിഥ്യ മര്യാദ എനിക്കുണ്ട്. അവൻ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പകരത്തിന് പകരം ചോദിക്കലല്ല ധർമ്മം. അതുകൊണ്ട് ഇവനെ ഞാൻ തള്ളി താഴെയിടില്ല എന്ന് സുഗ്രീവനോട് ഈ കഥ പറഞ്ഞിട്ട് രാമൻ പറഞ്ഞു, ആ വാനരന്റെ ബുദ്ധിയെങ്കിലും വാനര ശ്രേഷ്ഠനായിരുന്ന അങ്ങയ്ക്ക് വേണ്ടേ? നമ്മളുടെ മുമ്പില് ശരണാഗതിയായിട്ട് ഒരാൾ വന്നാൽ അയാളെ സ്വീകരിക്കണം. അതാണ് ക്ഷത്രിയ ധർമ്മം. എന്റെ വംശപരമ്പരയില് ശിബി മഹാരാജാവ് എത്രയോ രാജാക്കന്മാരുടെ കഥകള്, രന്തിദേവൻ മുതലായിട്ടുള്ള നിരവധി രാജാക്കന്മാരുടെ ചരിതം. തന്റെ മുന്നിൽ ആരാണോ ശരണാഗതി അടയുന്നത് അവർക്ക് എത്ര ദുഷ്ടനായാലും നല്ലവനായാലും ഗുണദോഷങ്ങള് ചിന്തിക്കാതെ ശരണാഗതി കൊടുക്കുക എന്നുള്ളതാണ് ധർമ്മം എന്ന് ആ ഒരു കഥ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അവിടെ കണ്വ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന കണ്ഠു എന്നറിയപ്പെടുന്ന മഹർഷി പറഞ്ഞ ഒരു നീതി പറഞ്ഞു. മുമ്പിൽ ഒരാൾ വന്ന് ജീവൻ രക്ഷിക്കണമെന്ന ആ ഒരു പ്രാർത്ഥനയോടുകൂടി തൻ്റെ മുന്നിൽ വന്ന് ശരണാഗതി എടുക്കുമ്പോ അവനെ തിരിഞ്ഞു നോക്കാതെ ഒരാൾ പോയാൽ എന്തവന് സംഭവിക്കുമെന്ന് കണ്വ മഹർഷിയുടെ പുത്രൻ കണ്ഠു മഹർഷി പറഞ്ഞു. ഒരാൾ പശുവിനെ കൊന്നാൽ എന്ത് പാപമാണോ കിട്ടുക, വേദം പഠിച്ച ഒരു ബ്രാഹ്മണനെ കൊന്നാൽ എന്ത് പാപമാണോ കിട്ടുക, അതിനേക്കാൾ വലിയ പാപമാണ് തന്റെ മുമ്പിൽ ശരണാഗതി അടയുന്ന ഒരാളെ കൈവിട്ടാൽ ഉണ്ടാകുക. സകൃതേന പ്രപന്നായ തവാസ്മീതി ച യാചതേ അഭയം സർവഭൂതേഭ്യ ദദാമ്യേതൻ വ്രതം മമ. ഈ ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് മധ്യാഹ്ന ചടങ്ങുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതേ ശ്ലോകമാണ് ഗീതയില് കൃഷ്ണൻ പറഞ്ഞത്. സർവകർമ്മൻ പരിത്യേജ മാമേവ ശരണം വ്രജ എന്ന് അവസാന ശ്ലോകത്തില് അർജുനനോട് ആ കൃഷ്ണൻ പറഞ്ഞത്. എല്ലാ കർമ്മങ്ങളും പരിത്യജിച്ചുകൊണ്ട് അർജുന എന്നിൽ ശരണാഗതി പ്രാപിക്കൂ, അവന്റെ യോഗവും ക്ഷേമവും ഞാൻ നടത്തുമെന്ന് കൃഷ്ണൻ പറഞ്ഞു. രാമൻ ഇവിടെ പറഞ്ഞു എന്ത്? സകൃതേന പ്രപന്നായ തവാസ്മീതി യാചതേ അഭയം സർവഭൂതേഭ്യ ദദാമേതത് വ്രതം മമ. അങ്ങനെ പറഞ്ഞു. അവിടെ പറഞ്ഞു. മാത്രമല്ല ഇതിനെക്കുറിച്ച് അഭയപ്രദ വരദാനത്തിൽ അവിടെ ദേശികൻ പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അവിടെ പറയുന്നു, ഒരു ആന ഒരിക്കല് ഇതേപോലെ ശരണാഗതിയായിട്ട് ഭഗവാനെ വിളിച്ചു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അങ്ങനെയുള്ള ആനയ്ക്ക് സാക്ഷാൽ ഹരിയായിട്ടിരിക്കുന്ന ഭഗവാൻ വന്ന് തൻ്റെ ആ ശരണാഗതി ശ്ലോകമാണ് നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന്. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ ഗജേന്ദ്ര മോക്ഷത്തിലൂടെ ഭഗവാൻ രക്ഷിച്ചതാണ്. രാമൻ അവിടെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് തന്റെ മുന്നിൽ വരുന്നത് മൃഗമാണോ മനുഷ്യനാണോ ഏത് ജീവജാലമാണോ ഗുണദോഷങ്ങളൊന്നും ഭഗവാന് അവിടെ നോക്കില്ല എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ശ്രീരാമ സ്വാമിയുടെ തൃക്കളത്തൂർ വാഴുന്ന ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ നമ്മളും പൂർണ്ണ ശരണാഗതി തേടിക്കൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കേണ്ട ഒരു പ്രകരണമാണ് വിഭീഷണന്റെ ശരണാഗതി. അത് പറഞ്ഞുകൊണ്ട് മധ്യാഹ്നം വരെയുള്ള ചടങ്ങുകൾ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആറാമത് ദിവസത്തെ പിന്നിട്ട് ഏഴാമത് ആ ഭഗവാന്റെ അനുഗ്രഹം ആണ് ഭഗവാന്റെ ജനാർദ്ദന ഭാവം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഏഴാമത് ദിനം ഇന്ന് നമ്മൾ പരിപൂർണമായിട്ട് ഭഗവാന്റെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഈ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭഗവാൻ തന്നെയാണ്. ഓരോരോ ഭാഗങ്ങൾ നമ്മൾ എവിടെ എത്തും, എങ്ങനെയാണ് നമ്മൾ സമയബന്ധിതമായിട്ട് എത്തിച്ചേരുമോ എന്നൊക്കെയുള്ള സംശയം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഭഗവാന്
അത് യാതൊരു സംശയവുമില്ല. നമ്മളെ മുൻനിർത്തി ഭഗവാൻ തന്നെയാണ് ഇത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഭാഗങ്ങളെയൊക്കെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ സാധിച്ചു. എല്ലാം തൃക്കുളത്തൂര് കുടികൊള്ളുന്ന ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം അഗ്രേ വാചയന്തി പ്രപഞ്ചനസുതോ തത്വം മുനിഭിഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിः പരിവൃതം രാമം ഭജേ ശ്യാമളം വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാ സുതാ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദലയോ വായുദ്രികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാമ്പവാൻ മധ്യേ നീലസരോരുഹകോമളരുചിം രാമം ഭജേ ശ്യാമളം സപ്തപ്രാകാര മധ്യേ സരസിജ നിലയേ ഭാസമാനേ വിമാനേ കാവേരീ മധ്യദേശേ ശേഷേ ശയ്യാനിഭൂതേ ശയനപരിഗതം ഭോഗി മധ്യേ ശയാനം നിദ്രാമുദ്രാഭിരാമം ഗടിനികടശിര പാർശ്വവിന്യസ്തഹസ്തം പരിചിതപരം പത്മപത്രാധികാരാഭ്യം ചിരപദമിതപരം രംഗനാഥം ഭജേഹ്യം ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനം ഹയഗ്രീവമുപാസ്മരേൽ മാതാപിതാ യുവതയസ്തയാ വിഭൂത സർവം യതേന നിയമേന മതന്വയാനം ആദ്യസ്ഥ നക്കുലപദേർവകുലാഭിരാമം ശ്രീമത്പദാംഗ്രീയുഗം പ്രണമാമി മൂർധന യോ നിത്യമച്യുതപദാംബുജയുഗ്മരുഗ്മാവ്യാമോഹിതസ്തരാണി പ്രണായമേനെ അസ്മദ്ഗുരോർഭഗവതോസ്യ ദയേകസിന്ധോ രാമാനുജസ്യ ശരണം പ്രപദ്യേ ലക്ഷ്മീനാഥ സമാരംഭം നാഥയാമുനമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപര രാമാനുജതയാപാത്രം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീമദ് വെങ്കടനാഥാര്യ വന്ദേ വേദാന്തഗുരവേ നമഃ. ഭൂതം സരസ്യ മഹദാഹ്വയ ഭട്ടനാഥ ശ്രീ ഭക്തിസാരകുലശേഖര യോഗി വാഹാൻ ഭക്താംഗ്രിരേണം പരകാലയതീന്ദ്രമിശ്രൻ ശ്രീമത് പരാങ്കുശമുനിം പ്രണതോസ്മി നിത്യം. വാമേ വൈകുണ്ഠശയ്യാഭണിപതി കടകോ വാസുകീ ബ്രഹ്മസൂത്ര ദക്ഷിണ തക്ഷകേന ഗൃജിത കടിതരച്ചാർ കാക്കോടഹാര പത്മം കർണേപ സർവേ പ്രതിമുപതി മഹാപത്മന്യത്ര വിഭ്രത് ചൂടായം ശംഖമാലം ഗുളികമപി ദക്ഷിണേ പക്ഷിമല്ല. ഉമൈനതയേ നമഃ. ഓം വൃക്ഷസേനായ നമഃ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണവലോചനം മാരുതിം മമ രാക്ഷസാന്തകം. ശ്രീപതിയായിരിക്കുന്ന ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട 7ാമത് ദിനം മധ്യാഹ്നം ഭഗവാൻ രാമചന്ദ്രൻ ശരണാഗതി ചെയ്യുന്ന വിഭീഷണന്റെ മുന്നിൽ ആ ശരണാഗതിയെ സ്വീകരിച്ചുകൊണ്ട് അതിനെ എതിർക്കുന്ന സുഗ്രീവാദികളോട് ഭഗവാൻ എന്തുകൊണ്ടാണ് ശരണാഗതി ചെയ്യുന്ന ആ ഭക്തനെ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു. നമ്മളവിടെ പറഞ്ഞു നിർത്തി. ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകത്തെ മധ്യാഹ്നത്തിൽ പറഞ്ഞു നിർത്തി. ഗീതയിലെ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറഞ്ഞ അതേ കാര്യം രാമൻ ഇവിടെ സുഗ്രീവനോട് പറഞ്ഞു വെച്ചു. സകൃതേ പ്രപന്നായ തവാസ്മീതി ച യാചതേ അഭയം സർവഭൂതേഭ്യ ദദാമ്യേതത് വ്രതം മമ. ഗുണദോഷങ്ങളെ ചിന്തിക്കാതെ എന്റെ മുന്നില് ശരണാഗതി അടയുന്ന എല്ലാവരെയും അഭയം സർവഭൂതേഭ്യ ദദാമ്യേതത് വ്രതം മമ. എന്നെ ശരണാഗതി അടയുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ വ്രതമാണ്. സർവകർമാൻ പരിത്യേജ മാമേവ ശരണം വ്രജ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് അതിനു മുന്നേ രാമൻ നമുക്ക് വാൽമീകി രാമായണത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. അവിടെ പറഞ്ഞു, ദേശികനാകുന്ന മഹാത്മാവ് ഈ ഒരു വിഭീഷണന്റെ ശരണാഗതിയെ എടുത്ത് അഭയദാനം എന്നറിയപ്പെടുന്ന അഭയപ്രധാന സാരം എന്നറിയപ്പെടുന്ന ഒരു മഹാകൃതി അദ്ദേഹം രചിച്ചതാണ്. അതിൽ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മളൊക്കെ യഥാർത്ഥത്തില് ഈ ഒരു കാര്യം നേടാനാണ് ഈ പുരാണങ്ങളെ പഠിക്കുന്നതും ആധ്യാത്മികമായിട്ടുള്ള അറിവ് നേടുന്നതും ഒക്കെ ഈ ശരണാഗതിയിലേക്ക് എത്തിച്ചേരാനാണ്. നാരായണീയത്തിലും എൽപ്പത്തൂരും സൂചിപ്പിച്ചത് അതാണ്. അർച്ചിരാദി മാർഗത്തിലൂടെ ഈ ശരീരത്തിൽ നിന്നും പ്രാണൻ പുറത്തേക്ക് പോയാൽ അത് ഭഗവാനിലേക്ക് തന്നെ എത്തും.
അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ. പക്ഷേ ആ എളുപ്പമായ കാര്യം ചെയ്യാനാണ് ബുദ്ധിമുട്ട്. പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് ശരണാഗതി ചെയ്യാൻ. അതുകൊണ്ടാണ് മഹാബലിക്ക് അവിടെ പ്രാധാന്യം വന്നത്. നവദാ ഭക്തിയില് അവിടെ പറയും, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഭക്തി, ബലിയായിരിക്കുന്ന ആ മഹാത്മാവ് തന്നെ തന്നെ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് സമർപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ വിഭീഷണൻ, ഈ വിഭീഷണനെ ഭഗവാൻ ചേർത്ത് പിടിച്ചു. അവിടെ എങ്ങനെ ചേർത്ത് പിടിച്ചെന്ന് സൂചിപ്പിച്ചു. പണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഒരു പൊയ്കയില് താഴ്ന്നു പോകുന്ന ഭഗവാൻ ആ ഒരു ആനയെ കൈപിടിച്ചുയർത്തി. നമുക്കൊക്കെ നല്ല പരിചിതമായ ഗജേന്ദ്രമോക്ഷം. ബന്ധുക്കളുണ്ട് സഹായിക്കാൻ, സുഹൃത്തുക്കളുണ്ട്, നമുക്ക് ചുറ്റുമുള്ളവരുണ്ട്, എൻ്റെ ധനം, ഇങ്ങനെ പല ആരോഗ്യം, ഇങ്ങനെ പല രീതിയിൽ. ഇതാണ് ഗജേന്ദ്രൻ നമുക്ക് എപ്പോഴും ഒരു മാതൃക എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് രക്ഷയില്ലാത്തൊരു അവസ്ഥ നമുക്ക് വന്നു ചേരുന്നതാണ്. ആ അവസ്ഥയിൽ നമുക്ക് രക്ഷിക്കാനുള്ളത് സാക്ഷാൽ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനാണെന്ന് ഗജേന്ദ്രൻ തിരിച്ചറിഞ്ഞ് സ്തുതിച്ചതുപോലെ അവിടെ സൂചിപ്പിക്കുന്നു. ആനയേനം ഹരിശ്രേഷ്ഠ ദദ്ധാമസ്യ ഭയം മയ വിഭീഷണോ വാ സുഗ്രീവോ യതിവ രാവണസ്വയം. ഇത് പറഞ്ഞുകൊണ്ടാ ഭഗവാൻ വിഭീഷണനെ ചേർത്ത് പിടിക്കുന്നു. സുഗ്രീവ, ഈ പണ്ട് ആനയാകുന്ന ഗജേന്ദ്രനെ സാക്ഷാൽ ഹരി തന്റെ കൈകളെ കൊണ്ട് ആ സംസാര സാഗരത്തിൽ നിന്നും എടുത്തുയർത്തിയതുപോലെ ദത്താമസ്യ ഭയം മയ വിഭീഷണോ വാ സുഗ്രീവശ്ച, വിഭീഷണനോ സുഗ്രീവനോ യതിവാ രാവണ സ്വയം, ഇനി സാക്ഷാൽ രാവണൻ വരെ ആയിക്കോട്ടെ, എന്റെ മുന്നിൽ ശരണാഗതിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അഭയം കൊടുക്കുക തന്നെ ചെയ്യും. ഇത് ഭഗവാൻ തന്ന ഉറപ്പാണ്. എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്തോ, പക്ഷേ പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ശരണാഗതിയിലേക്ക് എത്തിച്ചേർന്നാൽ അത് ഭഗവാൻ അവിടെ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ വിഭീഷണന് ഭഗവാൻ അഭയം കൊടുത്തു. വിഭീഷണന്റെ കൂടെ 4 പേര് വന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ 4 പേരുടെ പേരും ഒക്കെ അവിടെ പറഞ്ഞു. വിഭീഷണൻ, അനലൻ, ശരഭൻ, സമ്പാദി, പ്രഹസൻ. ഇങ്ങനെയുള്ള 4 പേരെ കൂട്ടിയാണ് 5ാമതായ വിഭീഷണനും കൂടി ഭഗവാന്റെ അടുത്ത് ചെന്നത്. അവിടെ ഈ 5 പേർക്ക് തത്തുല്യമായിട്ട് ഭഗവാൻ അവിടെ സൂചിപ്പിക്കുന്ന ഭാഗത്തെ ഒന്ന് ചിന്തിക്കുമ്പോൾ, ഭഗവാൻ ശരണാഗതി ചെയ്യാനായിട്ട് ഒരു ജീവാത്മാവ് പ്രയത്നിക്കുമ്പോൾ അതിന് തടസ്സം ദേവതകൾ സൃഷ്ടിക്കും എന്ന് പറയാനാണ് ഈ സുഗ്രീവൻ ഈ വിഭീഷണനെ തടയുന്ന രംഗത്തെ വാൽമീകി സൂചിപ്പിച്ചത്. ആദ്യം തന്നെ വാൽമീകി രാമായണത്തിൽ പറഞ്ഞു, ദേവതകളായിട്ട് വാനരന്മാര് ഭൂമിയിലെത്തി. ഇതിന്റെ പ്രതീകം എന്ത് എന്ന് ചോദിച്ചാൽ, ഭഗവാനിലേക്ക് നമ്മൾ സർവവും സമർപ്പിക്കാൻ നേരത്ത് ഇന്ദ്രിയാദി ദേവതഗണങ്ങൾ നമ്മളെ അതിൽ നിന്നും തടസ്സം വെക്കും. അതിന് എന്ത് വേണം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ ദേവതകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ ശരണാഗതിയിലേക്ക് നമ്മളുടെ എത്രമാത്രം അതിൽ നമ്മൾ അർപ്പിക്കുന്നു അതനുസരിച്ച് ഭഗവാൻ അനുഗ്രഹം ചെയ്യും. ഭഗവാൻ അതിൽ ഇടപെടും. അതിനെന്ത് ചെയ്യണം? ഭഗവാന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കണം എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു യജമാനൻ തൻ്റെ വീട്ടില് അല്ലെങ്കിൽ തൻ്റെ ജോലി സ്ഥലത്ത് തൻ്റെ ഭൃത്യന്മാരോട് കാര്യങ്ങളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. 2 ഭൃത്യന്മാരിൽ ഒരാൾ ഇത് വൃത്തിയായിട്ട് ചെയ്യുന്നു, മറ്റൊരാള് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല, യജമാനനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞു. യജമാനനെ സംബന്ധിച്ച് താൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുന്ന ആളിനോടാ താല്പര്യം. യജമാനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഒരു ജോലി പറഞ്ഞു, ആ ജോലി വൃത്തിയായിട്ട് ചെയ്യുന്ന ആളെയാണ് നമുക്കും താല്പര്യം. അല്ലാതെ നമ്മളെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ് ഒരു ജോലിയും ചെയ്യാത്ത ഒരാളോട് നമുക്ക് യാതൊരു താല്പര്യവും തോന്നില്ല. ഇത് തന്നെയാണ് ഭഗവാനും. ഈ പുരാണ ഇതിഹാസ വേദങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? സ്വധർമ്മം എന്താണ്? ഇതൊക്കെ ഉദ്ധവഗീതയിലും ഭഗവത്ഗീതയിലും അതിന് മുന്നേ തന്നെ വാൽമീകി രാമായണത്തിലുമൊക്കെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ 2ാമതായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ നമ്മൾ ചെയ്യരുതെന്നാണ്. രാമൻ വളരെ അപൂർവമായിട്ടാണ് കോപിച്ചിട്ടുള്ളത്. അത് നമ്മൾ കേട്ടു. ജാബാലിയെ പോലെ നാസ്തികവാദം പറഞ്ഞ സമയത്ത് ഭഗവാൻ പെട്ടെന്ന് പ്രകോപിതനായി എന്നാണ്. അപ്പൊ അതുപോലെ കാര്യങ്ങൾ ചെയ്യരുത്. 3ാമതായിട്ട് പറഞ്ഞു, ഭഗവാനിലുള്ള വിശ്വാസം വേണം, അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം വേണം. നമ്മൾ ഇന്നലെ അത് വൈകുന്നേരം രാത്രി അത് സൂചിപ്പിച്ചു. നാമം
ആണ് നമ്മളെ രക്ഷിക്കുന്നത്, അല്ലാതെ നാമി അല്ല. ഇന്നലെ ഹനുമാന്റെയും ഭഗവാന്റെയും ഒരു കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ശരീരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരം ഇന്നല്ലെങ്കിൽ നാളെ പതിക്കും. ഹനുമാൻ പറയുക രാമനോട്. പക്ഷെ ഈ ശരീരമല്ല, ഈ ശരീരം നശിച്ചാലും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം മുഴുവൻ ഉണ്ടാകുന്നതാണ് അങ്ങയുടെ നാമം. ആ നാമം രക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് ആ പാഞ്ചാലിക്ക് കൗരവസഭയില് വസ്ത്രാക്ഷേപം ചെയ്യുമ്പോ ആ ദ്വാരകാവാസനായിരിക്കുന്ന ഭഗവാനെ വിളിക്കുമ്പോ അവിടെ കൃഷ്ണൻ നേരിട്ട് വന്നല്ല രക്ഷിച്ചത്. കൃഷ്ണനെ വിളിച്ച നാമമാണ് പാഞ്ചാലിയുടെ രക്ഷയ്ക്കെത്തിയത്. നാമം ആണ് അവിടെ രക്ഷിക്കുന്നത്, നാമിയല്ല. അങ്ങനെയുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. ആ ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് വിഭീഷണൻ പോകുന്നത്. തിരിച്ച് ലങ്കയിലേക്ക് ചെല്ലാൻ മാർഗമില്ല. ഒരേ ഒരു എല്ലാം കൈവിട്ട് എങ്ങനെയാണ് ഗജേന്ദ്രൻ ആ താമരപ്പൂ പിടിച്ചിരിക്കുന്നത്, അതേ അവസ്ഥയിലാണ് വിഭീഷണൻ. ആ ഗജേന്ദ്രൻ ആ താമര പൊയ്കയിൽ ആഴ്ന്ന് പോകുന്നത് പോലെ ഇനി മറ്റൊരു അഭയമില്ല, ഭഗവാൻ തന്നെ എനിക്ക് അഭയമുള്ളൂ എന്ന് തീരുമാനിക്കുന്ന വിഭീഷണൻ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഭഗവാന്റെ അടുത്ത് എത്തിയത്. പിന്നീട് പറയുന്നു, നാലാമതായിട്ട് ആചാര്യന്മാര് പറയുന്നു, കാർപ്പണ്യ ദോഷം ഭഗവാനിൽ കാണരുത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനോട് കൃഷ്ണൻ പറയുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അർജുന നിനക്ക് ഞാൻ ഈ മഹത്തായിട്ടിരിക്കുന്ന തത്വം പറയാൻ കാരണം? കാർപ്പണ്യദോഷം നിന്നില് ഇല്ല. എന്താ കാർപ്പണ്യദോഷം? ഈശ്വരനില് ഒരു കുറ്റവും ആരോപിക്കാത്ത ആളാണ് അർജുനൻ. കൂടെ നടന്നു, എപ്പോഴും ഒരിക്കൽ പോലും ഒരു സംശയത്തിന്റെ നൂലിട പോലും കൃഷ്ണനില് കാണാത്തയാളാണ് അർജുനൻ. നമ്മളും അങ്ങനെ ആയിരിക്കണം. ഈശ്വരവിശ്വാസം, ഭഗവാനോടുള്ള പരമമായ ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മളും പല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ ഭഗവാനെ നമ്മൾ ആരോപണത്തിന്റെ ആ മുനയിൽ നിർത്തും. അത് പാടില്ല എന്നാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം തരല് മാത്രമാണ് ഈശ്വരന് സാധിക്കൂ. അതിനല്ലാതെ കർമ്മഫലത്തെ മാറ്റാൻ ഒരു ഈശ്വരനും സാധ്യമല്ല എന്നാണ്. പിന്നീട് നമ്മളുടെ കർമ്മത്തെ നല്ല കർമ്മമാക്കി മാറ്റാൻ ഈശ്വരനെ പ്രാപിക്കാമെന്നാണ്. പിന്നീട് അതിനുവേണ്ടി അഞ്ചാമതായിട്ട് ഭഗവാനോട് നിരന്തരം നമ്മൾ സഖ്യം ചെയ്യണം, പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള 5 കാര്യങ്ങളെയാണ് വിഭീഷണന്റെ ശരണാഗതിയിൽ വാൽമീകി രാമായണം നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. അതിനെ സ്വീകരിച്ചുകൊണ്ട് പിന്നീട് പറയുന്നു, ലക്ഷ്മണ, ഈ ശരണാഗതി അടഞ്ഞ വിഭീഷണനെ ഇപ്പോൾ തന്നെ ഞാൻ രാജ്യാഭിഷേകം സങ്കല്പിച്ച് ആ സമുദ്ര തീരത്തിരുത്തിക്കൊണ്ട് സമുദ്രത്തിൽ നിന്നും ജലകുംഭത്തെ നിറച്ചുകൊണ്ട് ആ വിഭീഷണനെ അഭിഷേകം ചെയ്തു. ലങ്കാ രാജാവായിട്ട് മുൻകൂട്ടി തന്നെ അഭിഷേകം ചെയ്തു. സുഗ്രീവൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ സ്വീകരിക്കുന്നു. ഇപ്പോ നമ്മൾ കഥ പറഞ്ഞു തുടങ്ങിയത് 30 ദിവസത്തിനകം എത്തിയില്ലെങ്കിൽ പിന്നെ ഈ സീത ജീവിച്ചിരിക്കില്ല എന്ന സീതയുടെ വാക്ക്. രാവിലെ തന്നെ രാവണനെയും ഒക്കെ കണ്ട് ലങ്കാദഹനമൊക്കെ പൂർത്തിയാക്കി ഹനുമാൻ സ്വാമി മാഹേന്ദ്രഗിരിയിലെത്തി വാനരന്മാരെയൊക്കെ കൂട്ടി മധ്യാഹ്നത്തിന് മുന്നേ തന്നെ കിഷ്കിന്ധയിലെത്തി. കിഷ്കിന്ധയിലെ കാര്യങ്ങളിലെല്ലാം പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് വിജയമുഹൂർത്തത്തിൽ പുറപ്പെട്ടു. 1-ാം ദിവസം 2-ാം ദിവസമായപ്പോ നേരെ ഈ സമുദ്രതീരത്ത് തിരുപ്പുല്ലാനി എന്നറിയപ്പെടുന്ന ആ പുണ്യസ്ഥാനത്ത് ദിവ്യദേശങ്ങളിൽ പെടുന്നതാണെന്ന് പറഞ്ഞു. അവിടെ എത്തിച്ചേർന്നു. 2-ാം ദിവസം ഇവിടെ വിഭീഷണൻ വന്നു ശരണാഗതി, അതുകൂടി കഴിഞ്ഞു. 3-ാം ദിവസം രാവിലെ അവിടെ സൂചിപ്പിക്കുന്നു, വിഭീഷണനെ തന്നെ ആദ്യം വിളിച്ച്, അതാണ് ഭഗവാന്റെ ഒരു മാഹാത്മ്യം. ഇന്നലെ വന്ന് ശരണാഗതി അടഞ്ഞ വിഭീഷണനെ തന്നെ ചോദിക്കുന്നു, എങ്ങനെയാണ് വിഭീഷണ ഈ സമുദ്രത്തെ തരണം ചെയ്യുന്നത്? അപ്പൊ വിഭീഷണൻ പറഞ്ഞു, ഭഗവാനെ, അതിന് ഞാൻ എങ്ങനെ അങ്ങയോട് ശരണാഗതി ചെയ്തോ അതുപോലെ സമുദ്രത്തെ, സാഗരത്തെ അങ്ങുകൂടി ശരണാഗതി ചെയ്താൽ സാഗരം അതിനൊരു വഴി കാണിച്ചു തരും. ഭഗവാൻ അത് ചിരിച്ചു. ആ ചിരിക്ക് 2-3 അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഒന്ന് പുഞ്ചിരിച്ചു, പക്ഷെ മറുത്തൊന്നും പറഞ്ഞില്ല. പുതിയ ഒരാൾ നമ്മളുടെ കൂട്ടത്തിൽ വന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ ചേർത്ത് പിടിക്കണം. അതാണ് ധർമ്മം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അതൊരു വിഷമമായി മാറും. അതുകൊണ്ട് വിഭീഷണൻ പറഞ്ഞതിനെ സ്വീകരിച്ചു. ഭഗവാൻ പറഞ്ഞു, 3 ദിവസം ഞാൻ അതിന് പരിശ്രമിക്കാം. അങ്ങനെ ദർഭ വിരിച്ച് ആ സമുദ്രതീരത്ത് ഭഗവാൻ
ജലപാനവും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് 3 ദിവസം അവിടെ വ്രതമായിട്ടിരുന്നു എന്നാണ്. ദർഭ വിരിച്ച, പുല്ല് വിരിച്ച സ്ഥലം തിരുപ്പുല്ലാനി എന്നാണ് പിന്നീട് ആ സ്ഥലം അറിയപ്പെട്ടത്. ഭഗവാൻ അനന്തനായിട്ട് ആ അനന്തശയ്യയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതനുസരിച്ച് ഭഗവാൻ ആ സമുദ്രതീരത്ത് 3 നാള് എല്ലാ ഉറക്കവും ആഹാരവും ജലവും ഒക്കെ ഉപേക്ഷിച്ച് അവിടെ ശരണാഗതി അടഞ്ഞു. 3 ദിവസം കൊണ്ട് തന്നെ യാതൊരു മാറ്റവും സമുദ്രത്തിനില്ല. അവിടെ പറയുന്നു സമുദ്ര രാജാവായിരിക്കുന്ന വരുണൻ വരുന്നില്ല. അപ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു, അപ്പോൾ തന്നെ എത്ര ദിവസമായി? 5 ദിവസം കഴിഞ്ഞു. 2 ദിവസം അവിടെ വന്നതും വിഭീഷണന്റെ ശരണാഗതി, 3 ദിവസം അവിടെ ഈ ഒരു കർമ്മം നിർവഹിച്ചു. 5 ദിവസം പൂർത്തിയായി. 6ാമത് ദിവസം ഭഗവാൻ പറഞ്ഞു, ഇനി കാത്തിരിക്കാൻ വയ്യ. സമുദ്രത്തെ പണ്ട് മുഴുവൻ വറ്റിച്ചുകൊണ്ട് ഈ വാനര സൈന്യത്തെ അക്കരെ കടത്താൻ എനിക്ക് ശേഷിയുണ്ട്, അതുകൊണ്ട് വില്ല് ഇങ്ങോട്ടേക്ക് തരൂ ലക്ഷ്മണ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഒന്ന് മടിച്ചു എന്നാണ്. അതിന് കാരണം നമ്മൾ പറഞ്ഞു, പാദുകാഭിഷേകം ചെയ്ത സമയത്ത് ആ ജലം നേരെ വരുന്നത് നദിയിലൂടെ സമുദ്രത്തിലേക്കാണ്. അപ്പൊ എത്ര വർഷമായി? 13 വർഷത്തിലകം, ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് തന്നെ ആ സമുദ്രത്തിലെ രാമനെ പോലെ തന്നെ ശക്തി ആർജിച്ചു എന്നാണ്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഭഗവാൻ ശരണാഗതി ചെയ്യാൻ പറയുമ്പോ അവിടെ പുഞ്ചിരിച്ചതിന് പറയുന്നു, തുല്യരോട് അല്ലെങ്കിൽ ഈശ്വരനോടാണ് നമുക്ക് ശരണാഗതി ചെയ്യാൻ പറ്റൂ. കാരണം ഈശ്വരന് മുകളിൽ ഒരു ശക്തിയില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ബാക്കിയുള്ള ശക്തികൾ വന്ന് ഭഗവാനോടാണ് ശരണാഗതി ചെയ്യേണ്ടത്, അല്ലാതെ ഭഗവാനല്ല അങ്ങോട്ടേക്ക് ശരണാഗതി ചെയ്യേണ്ടത്. നമ്മൾ ഗണപതിയുടെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും, ആ നാളികേരം വെക്കണതിന്റെ ചരിതം. മഹാദേവൻ തന്റെ മുന്നില് തലകുനിക്കണം, പാർവതീദേവിയുടെ കാവൽക്കാരനായി ഇരുന്നപ്പോ ഗണപതിയുടെ ഒരു കഥ. അപ്പൊ അതില് പറയുന്നത് ഇത് തന്നെ, ദക്ഷയാഗത്തിലും പറയുന്നത് തന്നെ. ദക്ഷൻ പറഞ്ഞു ഭഗവാൻ തന്നെ കണ്ട് വന്ദിച്ചില്ല. കാരണം ഈശ്വരന് തുല്യം, ആ തുല്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടേ നമുക്കും പൂജകളും മറ്റും കഴിക്കാനും സാധ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഭഗവാൻ അത് അറിയാമായിരുന്നു. 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും ഭഗവാനല്ല ശരണാഗതി അടയേണ്ടത്, ഭക്തനാണ്. ഇവിടെ ഭഗവാൻ ആ വില്ല് വാങ്ങിയെടുത്ത് അസ്ത്രം അതിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് അതിനെ സമുദ്രത്തെ ലക്ഷ്യമാക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് പേടിച്ച് സമുദ്രമൊക്കെ ഇളകി മറിഞ്ഞെന്നും വാൽമീകി വിവരിക്കുന്നുണ്ട്. അതിലെ മത്സ്യങ്ങളും ജലജീവികളും ഒക്കെ ഉയർന്നു പൊങ്ങി ഭയപ്പെട്ടു. വലിയ കൂറ്റൻ തിരമാലകളൊക്കെ ഉണ്ടായി. പെട്ടെന്ന് സമുദ്രാന്തർഭാഗത്തിലുള്ള ആ സമുദ്രരാജൻ അവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഭഗവാന്റെ കാലുകളിൽ വീണ് ആശ്രയിക്കുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എനിക്ക് വഴി തരണം. 3 കാര്യങ്ങളെ സമുദ്രരാജാവ് പറഞ്ഞു കൊടുത്തു. അങ്ങക്ക് ഞാൻ വഴി തരാം. ലങ്ക കടക്കുന്നത് വരെ, സമുദ്രം താണ്ടി ലങ്ക കടക്കുന്നത് വരെ ഈ സമുദ്രത്തിലെ ഒരു ജീവജാലങ്ങളും അങ്ങയുടെ വാനര സേനയിൽപ്പെട്ട ആരെയും ഉപദ്രവിക്കുന്നതല്ല. മറ്റൊന്ന്, അങ്ങയുടെ കൂട്ടത്തിലുള്ള ഈ വാനരന്മാര് എന്ത് വസ്തു ജലത്തിൽ കൊണ്ടിട്ടാലും അത് പൊങ്ങി തന്നെ കിടക്കും, ജലത്തിൽ താഴ്ന്നു പോവില്ല. 3ാമതായിട്ട് പറഞ്ഞു, അങ്ങയുടെ കൂട്ടത്തിലെ വിശ്വകർമാവിന്റെ അംശത്താൽ ജനിച്ച നളനെ കൊണ്ട് അങ്ങ് ആ ഒരു ചെറ അല്ലെങ്കിൽ ഒരു പാലം നിർമ്മിക്കണം. ഈ 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, അത് ഞാൻ സ്വീകരിച്ചു. പക്ഷേ എന്റെ വില്ലില് ചാപത്തില് അസ്ത്രം വന്നു. ഈ അസ്ത്രത്തിനൊരു ലക്ഷ്യം വേണം. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ദ്രുമകുല്യം എന്നറിയപ്പെടുന്ന സമുദ്രത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് അവിടെ ദസ്യുക്കൾ എന്ന് പറയുന്ന ഈ സമുദ്രത്തിന്റെ ഉള്ളിൽ പോലും സമുദ്രത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ശക്തിയെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികള് അതിന്റെ ഉള്ളിലുണ്ട്. ഭഗവാനെ അതിനെ ഇല്ലാതാക്കണം. ഭഗവാൻ പറഞ്ഞതുപോലെ ആ തന്റെ അസ്ത്രത്തെ ആ ഭൂമിയുടെ ആ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി അയച്ചെന്നും അത് എത്തിച്ചേർന്നുകൊണ്ട് സമുദ്രത്തിലുള്ള ദുഷ്ടശക്തികളെ, ദസ്യുക്കളെ ഇല്ലാതാക്കിയെന്നാണ്. അപ്പൊ ഭഗവാനിലേക്ക് ശരണാഗതി ചെയ്യുമ്പോൾ തൻ്റെ ഉള്ളിലെ പാപങ്ങളെ പോലും ഭഗവാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ 6ാമത് ദിനം ഭഗവാനും വാനരന്മാരും കൂടി ആ വലിയ സേതു ബന്ധിക്കുന്നു എന്നാണ്. ഈ സേതുബന്ധനത്തെ കുറിച്ച് ഒരു മഹാത്മാവ് പ്രാകൃത ഭാഷയിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടെന്നാണ്. അതിപ്പോ ലഭ്യമാണോ അല്ലയോ എന്നറിയില്ല. സേതുബന്ധനം എന്നറിയപ്പെടുന്ന ഒരു വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു കാവ്യം. അത് പ്രാകൃത ഭാഷയിലാണ്, സംസ്കൃതത്തെക്കാൾ മുമ്പുണ്ടായിരുന്ന ഭാഷ.
ഇവിടെ പറയുന്നു 6ാമത് ദിവസം മുതല് ചെറ കെട്ടാനായിട്ട് അല്ലെങ്കിൽ സേതു ബന്ധിക്കാനായിട്ട് ആരംഭിക്കുന്നു. എത്ര ദിവസം കൊണ്ട് ഇവര് ചെറ തീർത്തതെന്ന് വാൽമീകി സൂചിപ്പിക്കുന്നുണ്ട്. 6ാമത് ദിവസം അവർ 14 യോജന മുന്നോട്ട് പോയി എന്നാണ്, സമുദ്രത്തെ തരണം ചെയ്ത്. 2ാമത് ദിവസം 20 യോജന മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് 3ാമത് ദിവസം വന്നപ്പോ 21 യോജന, 4ാമത് 22 യോജന, അങ്ങനെ 5ാമത്തെ ദിവസം 23 യോജന താണ്ടി 100 യോജന വീതിയും 10 യോജന വീതിയും 100 യോജന നീളവുമുള്ള ആ സേതു ബന്ധിച്ചു കഴിഞ്ഞു. ലങ്കയിലേക്ക് എത്തിച്ചേരാനുള്ള ആ മാർഗം അവിടെ പൂർണ്ണമായി. ഭഗവാൻ സീതാദേവിയെ കണ്ടത് മുതൽ 5 ദിവസം ചെറ സേതു ബന്ധിക്കാനുള്ള ആ ഒരു ഉദ്യമത്തിന് മുന്നേ 5 ദിവസം കഴിഞ്ഞു. പിന്നീട് സമുദ്രത്തെ തരണം ചെയ്യാനായിട്ട് സേതു നിർമ്മിക്കുന്നതിന് വേണ്ടി 5 ദിവസം കൂടി പൂർത്തിയായി. അങ്ങനെ സീതാദേവി പറഞ്ഞ 30 ദിവസത്തില് 10 ദിവസം കൊണ്ട് തന്നെ അവര് ലങ്കാദ്വാരത്തിലേക്ക് പ്രവേശിച്ചു എന്ന്. ആ ലങ്കയിലേക്ക് പ്രവേശിച്ചപ്പോ തന്നെ അവിടെ സുവേലം എന്നറിയപ്പെടുന്ന ഒരു മലയിലാണ് ഇവർ ആദ്യം വന്നെത്തിയതെന്ന്. മറുഭാഗത്ത് അവിടെ കാണുന്നുണ്ട് ത്രികൂടമലയില് രാവണനും രാവണന്റെ ചാരന്മാരും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ രാവണന്റെ കൂട്ടത്തിൽപ്പെട്ട ശാർദൂലൻ എന്നറിയപ്പെടുന്ന ഒരു രാക്ഷസൻ സുഗ്രീവനെ ചെന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ശത്രുവിന്റെ കൂടെയുള്ള ഒരാളെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് തൻ്റെ കൂട്ടത്തിൽ നിർത്തണം. ഇത് തന്നെ ഭഗവാൻ ഒരു സന്ദർഭത്തിൽ നമ്മൾ രാവിലെ കേട്ടതാ. അവിടെ പറയുന്നു, വിഭീഷണനെ സ്വീകരിക്കേണ്ട സമയത്ത് ഭഗവാൻ തന്നെ ഒരു കാര്യം സുഗ്രീവനോട് പറഞ്ഞു. പിശാചാൻ ദാനവാൻ യക്ഷൻ പൃഥവ്യം ജൈവ രാക്ഷസൻ അങ്കുല്യ എഗ്രേണവൻ ഹന്യാം ഇച്ഛൻ ഹരി ഗണേശ്വരാന്ന. ഞാനാകുന്ന രാമൻ അവിടെ പറഞ്ഞു, വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, ഏത് രാക്ഷസനെയും ഏതൊരു പിശാചിനെയും ദാനവനെയും ഒക്കെ എൻ്റെ ആ കൈയുടെ അറ്റം കൊണ്ട് തന്നെ എനിക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഇത് കേട്ടപ്പോ പിന്നെ ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് വ്യാഖ്യാതാവാണ് ആ ചോദ്യം പറയുന്നത്. അതിന് ഉത്തരം പറഞ്ഞത്, ഈ വാനരസേന 60,000 കോടി പടയാണ് വരുന്നതെന്ന്. അപ്പൊ ഇത്രയും വലിയ വാനരസേനയെ കാണുമ്പോ രാവണനൊന്ന് ഭയപ്പെടും. ആ ഭയപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇവരെ എങ്ങനെയെങ്കിലും മടക്കി അയക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് ശാർദൂലൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ അവിടെ നിയോഗിക്കുന്നു. അദ്ദേഹം ചെന്ന് സുഗ്രീവനെ പോയി കാണുന്നു. എന്നിട്ട് സുഗ്രീവനോട് ചോദിക്കുന്നു, അങ്ങ് ഋക്ഷരജസ് എന്നറിയപ്പെടുന്ന ഒരു മഹാബലൻ, അതിന്റെ പുത്രനാണ് സുഗ്രീവൻ. അപ്പൊ അങ്ങയുടെ അച്ഛനും ഞാനും തമ്മിലൊക്കെ ഇങ്ങനെ ശത്രുതയൊന്നും നമ്മൾ തമ്മിലില്ല. അതുകൊണ്ട് തന്നെ അങ്ങക്ക് എങ്ങനെയാണോ ബാലി ചോദിച്ചത്, 7 ചോദ്യങ്ങൾ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞതാണ്. ബാലി ചോദിച്ചതുപോലെ നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വൈര്യവും ഇല്ലല്ലോ. അങ്ങ് തിരിച്ചു പോയിക്കൊള്ളൂ. മാത്രമല്ല ദേവന്മാരോ ഗന്ധർവന്മാർക്കോ ഒന്നും ഈ ലങ്കയിലേക്ക് കടന്ന് ഇവിടെ ഒരു നാശനഷ്ടവും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മരണത്തിന് ഭയമുണ്ടെങ്കിൽ അങ്ങ് തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് കിഷ്കിന്ധ രാജാവായ സുഗ്രീവനെ നിർദ്ദേശിക്കുന്നു. സുഗ്രീവൻ അത് രാമൻ എങ്ങനെയാണോ ബാലിയോട് മറുപടി പറഞ്ഞത് അതുപോലെ തന്നെ പറഞ്ഞു. സഖ്യം ചെയ്തതിപ്പോൾ മുതൽ രാമന്റെ എല്ലാം എന്റെയും എന്റേത് മുഴുവൻ രാമന്റെയും അഗ്നിസാക്ഷിയാക്കി സത്യം ചെയ്തതാണ്. അപ്പോ ആ ഒരു സന്ദർഭത്തെ ഓർത്തു പറഞ്ഞു. രാമന്റെ പത്നിയെ അന്യായമായിട്ട് തട്ടിക്കൊണ്ടുപോയി തൻ്റെ ആ അശോകവനിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന രാവണന്റെ ആ ഗർവിനെ, അഹങ്കാരത്തെ തീർത്തുകൊണ്ട് നിന്നെ വധിച്ചുകൊണ്ട് സീതയെ വീണ്ടെടുക്കാൻ രാമന്റെ സഹായത്തിന് വന്നതാണ്. അതിലെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുഗ്രീവൻ തിരിച്ചയക്കുന്നു. പിന്നീട് അവിടെ ശുഗൻ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയുടെ രൂപത്തിൽ ഒരു രാക്ഷസൻ വന്നു എന്നാണ്. ആ പക്ഷിയിൽ വരുന്ന രാക്ഷസനായിരിക്കുന്ന ശുഗിയെ ഈ വാനരന്മാര് പിടിച്ചു, അതിന്റെ തൂവലൊക്കെ പറിച്ചു കളഞ്ഞു എന്നാണ്. കൊല്ലാനായിട്ട് ആരംഭിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ദൂതനെ കൊല്ലരുത്. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി. അതിനുശേഷമാണ് ഈ സേതു ബന്ധിച്ച് ലങ്കയിലെത്തിയത്. ഈ പക്ഷിയെ അവിടെ വെച്ച് തുറന്നു വിടുന്നു. വളരെ ക്ഷീണിച്ച് അവശനായിട്ട് ഈ ശുഗരൂപം സ്വീകരിച്ച ആ രാക്ഷസൻ നേരെ രാവണന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ട് അവരുടെ പടയെക്കുറിച്ചും എത്ര ആളുകളുണ്ട്, എത്ര വീരന്മാരുണ്ട്, ഇങ്ങനെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടു രാവണൻ
പിന്നീട് യുദ്ധത്തിനുള്ള ആ ഒരു ആരംഭം കുറിക്കുന്നു. അപ്പോ അവിടെ തന്നെ പറയുന്നു, ആ 11ാമത്തെ ദിവസം 10 ദിവസം കൊണ്ട് ലങ്കയിലെത്തി. 11ാമത്തെ ദിവസം അംഗദനെ ദൂതനായിട്ട് വിടുന്നുണ്ട് രാവണന്റെ സന്നിധിയിൽ. അത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, അധ്യാത്മരാമായണത്തിലും കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അംഗദൻ ചെന്ന് ആദ്യം ഒരു സന്ധ്യ സംഭാഷണം അതിനുവേണ്ടി ചെന്ന് ആവശ്യപ്പെടുന്നു സീതയെ ഇനിയെങ്കിലും രാമന് കൊടുത്ത് ശരണാഗതി അടയൂ, കൊല്ലാതെ വിടാമെന്നൊക്കെ പറയും. പക്ഷെ അതിനെ ഒന്നും ചെവിക്കൊള്ളാതെ അങ്ങനെ അംഗദൻ തിരിച്ച് എത്തിച്ചേരുന്നു. പിന്നീട് ഇനി ആ യുദ്ധം ആരംഭിക്കുന്ന സന്ദർഭത്തില് വാൽമീകി രാമായണത്തില് ഈ വാനരന്മാരുടെ കയ്യിലൊന്നും അവരുടെ കൈകാലുകളും കല്ലും അതുപോലെ കമ്പും ഇതുപോലെ മലകളും ഇതൊക്കെയാണ് ആയുധം. പ്രത്യേകിച്ച് നമ്മൾ ഈ സീരിയലിലൊക്കെ കണ്ടതുപോലെയുള്ള ആയുധങ്ങളൊന്നും വാനരന്മാരുടെ കയ്യിലില്ല. രാക്ഷസന്മാരുടെ കയ്യില് ഗദ, ശൂലം തുടങ്ങിയ ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്നാണ് വാൽമീകി അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് ആദ്യ ദിനത്തില് തന്നെ നിരവധി രാക്ഷസന്മാരെ 11ാമത് ദിവസം യുദ്ധത്തിലെ രാക്ഷസന്മാരെ ഹനുമാനും രാമനും അതോടൊപ്പം തന്നെ സുഗ്രീവാദികൾ എല്ലാവരും ചേർന്ന് വലിയ നാശനഷ്ടം വരുത്തിയെന്നാണ്. ഇത് മനസ്സിലാക്കിയ രാവണന്റെ പുത്രൻ ഇന്ദ്രജിത്ത് ആദ്യ ദിനം തന്നെ രാത്രി സമയത്ത് വന്ന് ആക്രമിച്ചു എന്നാണ്. ശരിക്കും 7 ദിവസമാണ് രാമരാവണ യുദ്ധം നടന്നതെന്ന്. പക്ഷേ നമ്മൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയെ പോലെ 18 ദിവസം നീണ്ടു നിന്ന പകല് മാത്രം യുദ്ധം. പിന്നീട് ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ആ രാക്ഷസന്മാരെ യുദ്ധത്തിൽ ശകുനിയെ പ്രയോഗിക്കുന്ന സമയത്താണ് പാണ്ഡവന്മാര് ഘടോത്കചനെ കൊണ്ടുവന്ന് ആ 14ാം ദിവസം 14 തോന്നുന്നു, ആ ദിവസം ഘടോത്കചനെ കൊണ്ടുവന്ന് യുദ്ധത്തിൽ ഒരു രാത്രി മാത്രമാണ് 18 ദിവസം നീണ്ട യുദ്ധത്തില് കുരുക്ഷേത്ര യുദ്ധത്തില് ഉണ്ടായത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. രാക്ഷസന്മാരെ 7 ദിവസം തുടർച്ചയായിട്ടുള്ള യുദ്ധമാണ്. വാൽമീകി രാമായണം കേൾക്കുമ്പോൾ നമുക്കറിയാം, അധ്യാത്മരാമായണം കേൾക്കുമ്പോൾ ഓരോരുത്തരും മരണപ്പെട്ട അവസാനമാണ് രാവണൻ വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ സീരിയലും ഒക്കെ കണ്ട് ആദ്യം കുറെ ആളുകളെയൊക്കെ ഇല്ലാതാക്കി അവസാനം രാവണൻ വരുന്നു, അങ്ങനെയല്ല. ഇവിടെ വാൽമീകിയുടെ യുദ്ധത്തിലെ എല്ലാ സമയത്തും തന്നെ 2ാം ദിവസം തന്നെ യുദ്ധത്തിലേക്ക് രാവണൻ ഇറങ്ങുന്നുണ്ട്. ആദ്യ ദിനത്തിൽ തന്നെ ഇന്ദ്രജിത്ത് അവിടെ ഇറങ്ങിക്കൊണ്ട് രാത്രി സമയത്ത് മേഘങ്ങളിൽ മറഞ്ഞു നിന്നുകൊണ്ട് അതിതീക്ഷണമായിരിക്കുന്ന നാഗാസ്ത്രത്തെ പ്രയോഗിക്കുന്നു. ആ പട മുഴുവൻ വാനരസേനയും രാമലക്ഷ്മണന്മാരും ഉൾപ്പെടെയുള്ളവരെല്ലാം സർപ്പത്താൽ നാഗപാശത്താൽ ബന്ധിക്കപ്പെട്ട് അതില് അവരെല്ലാം പക്ഷമറുത്ത കിളികളെ പോലെ, പക്ഷം പതിച്ചവരെ പോലെ, പക്ഷമേറ്റ് വീണ് കിടക്കുന്നവരെ പോലെ ആ മുഴുവൻ സൈന്യവും രാമലക്ഷ്മണന്മാരുൾപ്പെടെ ഭൂമിയിൽ നിലംപതിച്ചു എന്നാണ്. അപ്പോഴാണ് സാക്ഷാൽ ഭഗവാൻ അവിടെ എത്തിച്ചേരുന്നത്. ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത ഇന്ന് രാവിലെ നമ്മൾ കേട്ട സംഭവം, വാമേ വൈകുണ്ഠശയ്യാ ഫണിപതി കടകോ വാസുകീ ബ്രഹ്മസൂത്ര രക്ഷയെന്ന തക്ഷകേന ഗ്രഥിത കടിതട കാഴ ചാരു കാപ്പോടഹാര പത്നം കർണേവ സവ്യേ പ്രതിമപതി മഹാപത്മന്യത്ര വിഭ്രത് ചൂടായാം ശംഖപാലാം ഗുളികമപി ദക്ഷിണേ പക്ഷിമല്ല. ഗരുഡനായിരിക്കുന്ന ഭഗവാൻ, എന്താ ഗരുഡന്റെ മാതാവ് വിനത, ആ വിനതയുടെ തന്നെ സഹോദരി കദ്രു, രണ്ടുപേരും കശ്യപന്റെ പത്നിമാരാണ്. രണ്ടുപേരുടെയും പുത്രന്മാരാണ്. ഒരാളുടെ നാഗവും മറ്റൊരാളുടെ ഗരുഡനും. ഒരേ അച്ഛന്റെ മക്കള്, സഹോദരന്മാരാണ്. അപ്പൊ ഈ സർപ്പങ്ങളെ എടുത്തുകൊണ്ട് എപ്പോഴും ദാസനായിരുന്ന സമയത്ത് ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വേണ്ടി തന്റെ ശരീരം തന്നെ ഉപയോഗിച്ച് അവരെ പറയുന്ന സ്ഥലത്തൊക്കെ എത്തിക്കുന്ന ജോലി നിർവഹിച്ച ആളാണ് ഗരുഡൻ. പിന്നീട് അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് വലിയ പരാക്രമം നടത്തിയ ആളായ ഗരുഡൻ പിന്നീട് ഈ ശത്രുക്കളോട് ആയ നാഗങ്ങളോട് വൈരം തോന്നി. പക്ഷെ ആ വൈരം തോന്നിയെങ്കിലും അമ്മ പറഞ്ഞ വാക്കിനെ സ്വീകരിക്കാതെ അനന്തൻ മുതലായിരിക്കുന്ന 8 നാഗങ്ങൾ, അഷ്ടനാഗങ്ങള് ആ ഭഗവാന്റെ കൂടെ ചേർന്ന് നിന്നു എന്നാണ്. അങ്ങനെ ഒരു ഭാവമുണ്ട് അവിടെ പറയുന്നത്. വാമേ വൈകുണ്ഠശയ്യ ഭണിപതി കടകോ വാസുകി ബ്രഹ്മസൂത്ര, ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകും. ഭഗവാന്റെ ഗരുഡ ഭഗവാന്റെ വലത്തെ കയ്യിൽ അനന്തനായിരിക്കുന്ന ഭണിപതി ആയിരിക്കുന്ന ഭഗവാൻ. വാസുകി ബ്രഹ്മസൂത്ര, പൂണൂലായിട്ട് വാസുകി കിടക്കുന്നു. പിന്നെ
രക്ഷേണ തക്ഷകേന അരഞ്ഞാണമായിട്ട് തക്ഷകൻ, കടിതടശാര കാർക്കോടഹാര, കാർക്കോടകൻ കഴുത്തിലെ മാലയായിട്ട്, പത്മം കർണേവ സവ്യേ, വലത് ചെവിയുടെ ആ ആഭരണമായിട്ട് പത്മൻ എന്ന് പറയുന്ന നാഗം, ഇടത് ചെവിയിലെ മഹാപത്മം അന്യത്ര വിഭ്രത്, മഹാപത്മനായിരിക്കുന്ന ആള് ഇടത് ചെവിയില്, ചൂടായം ശംഖപാലം, ആ ഗരുഡന്റെ മുകൾ ഭാഗത്ത് ചൂടാഭാഗത്ത് ഇരിക്കുന്നത് ശംഖപാലൻ. അങ്ങനെ പിന്നീട് ഗുളികൻ എന്നറിയപ്പെടുന്ന ഒരു സർപ്പം ഇടം കൈയിലെ ഒരു വളയായിട്ട്, ഇങ്ങനെ ഇരിക്കുന്ന ഭഗവാന്റെ ഗരുഡന്റെ രൂപം കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന ഭഗവാന്റെ ഒരു രൂപത്തിൽ നൂറും പാലും നടത്തുന്ന ഒരു അപൂർവ ക്ഷേത്രമുണ്ട്. അവിടെ കന്നിമാസത്തിൽ വളരെ തിരക്കാണ്. അപ്പൊ പണ്ട് ഇത് കണ്ടപ്പോഴാണ് എന്താണ് ഗരുഡന് ഈ സർപ്പത്തിന്റെ നൂറും പാലും നടത്തുന്നത്. അവിടെ വേറെ സർപ്പവും ക്ഷേത്രത്തിലുണ്ട്, പക്ഷേ ഈ ഗരുഡന്റെ മുമ്പിൽ നൂറും പാലും വിശേഷമാണ്. അപ്പൊ എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് പിന്നീട് മഹാഭാരതം പഠിക്കാൻ ഇടവന്നപ്പോഴാണ് ഈ മഹാത്മ്യത്തെ മനസ്സിലാക്കാൻ സാധ്യമായത്. അങ്ങനെയുള്ള ഗരുഡൻ ഈ യുദ്ധരംഗത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ആ ഗരുഡനെ കണ്ട നിമിഷം തന്നെ സർപ്പബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു. രാമലക്ഷ്മണന്മാരും എല്ലാ വാനരപ്പടയും ആ സർപ്പത്തിന്റെ ആ വിഷത്തിൽ നിന്നും മാറി എന്നാണ്. പിറ്റേ ദിവസം പൂർണ്ണ ഊർജസ്വലരായിട്ട് രണ്ടാം ദിവസം അവര് യുദ്ധഭൂമിയിൽ പ്രവേശിക്കുന്നു. അവിടെ ഹനുമാൻ അകമ്പനെ വധിക്കുന്നു, നീലൻ പ്രഹസ്തനെ വധിക്കുന്നു, രാവണൻ വന്ന് ആ രാമനോടുകൂടി യുദ്ധം ചെയ്യുന്നു രണ്ടാമത് ദിവസം. ഈ രണ്ടാമത്തെ ദിവസം യുദ്ധത്തിന്റെ പ്രത്യേകത രാവണന്റെ തേരിനെയും രാവണന്റെ വില്ലിനെയും രാവണന്റെ രഥത്തെയും കൊടിതൂരണങ്ങളെയും ഒക്കെ വർണ്ണിക്കുന്നുണ്ട് വാൽമീകി. അങ്ങനെ രഥത്തിലേറിക്കൊണ്ട് വരുമ്പോ രാമൻ ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു. ഇത് കണ്ട നിമിഷം തന്നെ ഹനുമാൻ ഓടിച്ചെന്ന് ഭഗവാനെ തന്റെ ആ തോളിലെടുത്തു വെച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഗരുഡനും അതോടൊപ്പം തന്നെ ഹനുമാനും വളരെ വളരെ പ്രത്യേകതയുണ്ടെന്നാണ്. ഒരാളെ പെരിയ തിരുവടി, അതോടൊപ്പം തമിഴിൽ പറയും, മറ്റൊരാളെ ചിന്ന തിരുവടി എന്ന് പറയും. രണ്ടുപേരും വളരെ ഭഗവാന്റെ വളരെ അത്യുത്തമന്മാരാണ്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, ആദ്യം തന്നെ ദർശിക്കുന്ന ആ തൂണില് അവിടെ ആ ഗരുഡന്റെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ ആ ഹനുമാനെ ഒക്കെ നമുക്ക് കാണാൻ സാധ്യമാകും. അപ്പൊ ഇത്തരത്തിൽ രണ്ടുപേരും ഭഗവാന്റെ ദാസന്മാരാണ്. ഹനുമാൻ ഗരുഡൻ എങ്ങനെയാണോ ഭഗവാനെ തന്റെ വാഹനമായിട്ട് മാറിയത്, അതുപോലെ ഈ യുദ്ധസന്ദർഭത്തിൽ ഹനുമാൻ ഭഗവാനെ തന്റെ വാഹനമായിട്ട് ആ തന്റെ തോളില് കയറ്റിയിരുത്തിക്കൊണ്ട് രാവണനുമായിട്ടുള്ള അതിഘോരമായ യുദ്ധം ആരംഭിക്കുന്നു. ആ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് രാവണൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് ഈ 8 അടി നീളമാണ് രാമന്റേന്ന് ഹനുമാൻ പറഞ്ഞത് വാൽമീകി രാമായണത്തിൽ നമ്മൾ കേട്ടു. അങ്ങനെയുള്ള രാമൻ ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്തെങ്കിൽ പെട്ടെന്ന് തന്നെ തനിക്കൊപ്പം വന്നു. എന്താ കാരണം എന്ന് നോക്കിയപ്പോഴാണ് ലങ്കയെ മുഴുവൻ ചുട്ടരിച്ച ആ വാനരനെ കണ്ടത്. പെട്ടെന്ന് തന്നെ ഹനുമാനോടുള്ള ക്രോധം നിമിത്തം രാവണൻ നിരവധി ശസ്ത്രങ്ങള് മാരുതിക്ക് ഹനുമാന്റെ ശരീരത്തെ ലക്ഷ്യമാക്കി അയക്കുന്നു. ഇത് കണ്ട നിമിഷം തന്നെ അവിടെ വാൽമീകി വളരെ മഹത്തരമായ ഒരു ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു, പെട്ടെന്ന് തന്നെ ക്രുദ്ധിതനായിട്ട് രാമൻ തന്റെ കിങ്കരനായിരിക്കുന്ന ഹനുമാന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നത് കണ്ട് സഹിച്ചില്ല എന്നാണ്. പെട്ടെന്ന് തന്നെ ബാണങ്ങൾ എയ്തു. അവിടെ തുരങ്കങ്ങളെയും സാരഥിയെയും കൊടിതോരണങ്ങളെയും വില്ലിനെയും ശസ്ത്രത്തെയും മറ്റൊരു വില്ലിനെയും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞ് രാവണന്റെ കിരീടത്തെ വരെ അമ്പ് ചെയ്ത് താഴെ വീഴിച്ചു. രഥവുമായിട്ട് വന്ന രാവണൻ ഇപ്പോ യാതൊരു ആയുധങ്ങളുമില്ലാതെ നിരായുധനായിട്ട് ഭൂമിയിൽ വന്ന് വീണു. അവിടെ പറഞ്ഞു ഭഗവാൻ, രാവണ, ഇന്നേക്ക് ഞാൻ നിന്നെ വധിക്കുന്നില്ല, നീ പോയിക്കൊള്ളൂ, എന്റെ പ്രഹരം ഇനി താങ്ങാൻ നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ ഭഗവാൻ രണ്ടാമത് ദിവസം രാവണനെ തിരിച്ചു പറഞ്ഞു വിടുന്നു എന്നാണ്. ഇനിയും 5 ദിവസത്തെ യുദ്ധം കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് ദീപാരാധനയ്ക്ക് ശേഷം പറ്റുന്നത് പോലെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിലെ പതിവ് ദീപാരാധനയാണ്. നാളെ ഇതേ സമയത്ത് യജ്ഞവേദിയിൽ ഭജന നാമസങ്കീർത്തനം ഉണ്ടാകും. തീർത്ഥഭാദം ഭജൻസിന്റെ നാമസങ്കീർത്തനം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഭഗവത് നാമത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ദീപാരാധനയിലേക്ക് കടക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പിന്നീട് അവിടെ ഒരു കഥ സൂചിപ്പിക്കുന്നത്, ഗരുഡ ഭഗവാൻ ഹനുമാനെ ഭഗവാൻ എങ്ങനെ ആലിംഗനം ചെയ്തോ അതുപോലെ തന്നെ കൂടി ഗരുഡനെ കൂടി
തനിക്കൊരു ആഗ്രഹം ഭഗവാൻ ഒന്ന് ആലിംഗനം ചെയ്യണമെന്ന്. അങ്ങനെയുള്ള ഗരുഡ ഭഗവാൻ രാമനെ വന്ന് സന്ദർശിക്കുന്നതും, പക്ഷേ രാമചന്ദ്രൻ ഗരുഡനെ കണ്ട് ചെയ്ത ആ ഒരു കർമ്മത്തിന് ഭഗവാൻ തൻ്റെ തൊഴുകൈകള് കൂപ്പിക്കൊണ്ട് അഞ്ജലീബദ്ധനായിട്ട് ഗരുഡനോട് ആ നന്ദി പ്രകടിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഗരുഡന് അങ്ങനെ ആഗ്രഹിച്ച ഒരു കാര്യം ലഭിച്ചില്ല. പിന്നീട് ഗരുഡൻ അത് സാക്ഷാൽ ലക്ഷ്മി അമ്മയോട് തന്നെ ചോദിക്കുമ്പോൾ അമ്മ പറയും, ഹനുമാൻ അത് ലഭിക്കാൻ കാരണം ആചാര്യസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ പറഞ്ഞു സീതാദേവിയാകുന്ന ആ ലക്ഷ്മിയെ രാമനിലേക്ക് ചേർത്ത് വെക്കാൻ പരിശ്രമിച്ചതാണ്. അമ്മയുടെ കടാക്ഷം ലഭിച്ചിട്ട് അമ്മയുടെ ദൂതിനെ കൊണ്ട് ഭഗവാന്റെ അടുത്ത് ചെന്നു. അപ്പോഴാണ് ഭഗവാൻ ഹനുമാനെ ആലിംഗനം ചെയ്ത് രംഗത്തെ സൂചിപ്പിക്കുന്നത്. ഗരുഡനെ ഇപ്പോ ഭഗവാനെ ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കലാണ് ചെയ്തത്. രക്ഷിക്കുമ്പോൾ ഭഗവാൻ നന്ദി സൂചകമായിട്ട് പ്രണമിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ചു. ഇതാണ് അവിടെ എപ്പോഴും സൂചിപ്പിക്കുന്ന ഈ രുക്മിണി സ്വയംവരം. അതോടൊപ്പം തന്നെ ഹനുമാന്റെ ആ സീതയെ കണ്ട് രാമനിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരേ കാര്യം തന്നെ രണ്ട് കഥകളിൽ നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചതാണ്. രണ്ടിൻ്റെയും ഉള്ളിൽ നടക്കുന്നത് ഒരേ ഒരു പൊരുളാണ്. ജീവാത്മാവായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പരമാത്മാവാകുന്ന ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ആചാര്യനാകുന്ന ജ്ഞാനവും അതോടൊപ്പം തന്നെ അനുഷ്ഠാനവും ഒക്കെയുള്ള ഒരു ആചാര്യന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാകൂ. അതിനെയാണ് നമ്മൾ മനുഷ്യരായിട്ട് ജന്മം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ കൃഷ്ണാവതാരത്തില് പറയും, ഉപമന്യുവിന്റെ അടുത്ത് നിന്നും മഹാദേവനെ തപസ് ചെയ്യുന്ന സന്ദർഭത്തില് ഉപമന്യു മഹർഷി തന്നെ ചോദിക്കും, എല്ലാം അറിയുന്ന ഭഗവാന് പ്രത്യേകിച്ച് ഒരു ആചാരം, ഒരു സമ്പ്രദായം, ഒരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ശരീരം എടുത്തു കഴിഞ്ഞാൽ ഈ ശരീരത്തില് ബന്ധനസ്ഥനാണ്. ഈ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ആധിയും വ്യാധിയും, മനസ്സിനുണ്ടാകുന്ന ശോക മോഹവും വാർദ്ധക്യ രോഗങ്ങളും ഇതൊക്കെ ഈ ശരീരം സ്വീകരിച്ച എല്ലാവർക്കും ഉണ്ട്, എല്ലാ മഹാപുരുഷന്മാർക്കും ഉണ്ട്. അവരൊന്നും അത്ഭുതങ്ങളെ കാണിക്കുന്നവരല്ല. നമുക്ക് ഏത് ഋഷിവര്യന്മാരുടെ ചരിതം എടുത്ത് നോക്കിയാൽ പരമഹംസരെ പോലെ നിരവധി മഹത്തുക്കളെ എടുത്തു നോക്കിയാൽ അവർക്കും രോഗങ്ങളും ദുരിതങ്ങളും വന്നിട്ടുണ്ട്. പൊതുവെ ചികിത്സാ രംഗത്ത്, വൈദ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മഹാത്മാക്കള് അവർക്കും അതേ രോഗം തന്നെ വന്ന് അവരെ ബാധിക്കാറുണ്ട്. അതൊക്കെ ശരീരധർമ്മങ്ങളാണ്. സാധാരണക്കാരും മഹാപുരുഷരും തമ്മിലുള്ള വ്യത്യാസം, അവര് ആ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾ വരാതിരിക്കാനോ അതിനെ തടയാനോ ഒന്നും സാധ്യമല്ല. പക്ഷെ അതില് മനസ്സ് വെച്ച് കുറെ കൂടി അതിൽ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയല്ല. അവര് മനസ്സ് അതിൽ നിന്നുമൊക്കെ പരമാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് വെച്ചുകൊണ്ടാണ് അവര് മഹാത്മാരായിട്ട് തീരുന്നത്. ഇതാണ് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളുടെയും ഒക്കെ ആന്തരികമായിരിക്കുന്ന സത്യത്തെ മനസ്സിലാക്കി അതിനെ അധ്യാത്മ രാമായണോ വാൽമീകി രാമായണോ 3000-ലധികം രാമായണങ്ങളുണ്ട്. ഈ രാമായണങ്ങളെ മുഴുവൻ എടുത്തു വെച്ച് ഇതില് ഏതാണ് തെറ്റ്, ഏതാണ് ശരി, ഇതല്ല നമ്മൾ പഠിക്കേണ്ടത്. അവിടെ കേൾക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം. അതിലേക്കൊക്കെയാണ് നമ്മുടെ വാൽമീകി രാമായണം ഓരോരോ സന്ദർഭത്തിൽ ഓരോ സമയത്തും നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കേട്ടു, വിഭീഷണൻ ശരണാഗതി ചെയ്തപ്പോ വിഭീഷണൻ പറഞ്ഞ വാക്കിനെ ഭഗവാൻ അതിനെ കേട്ടു. പക്ഷെ അതിൽ നിന്നും വിഭീഷണൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഫലം ലഭിച്ചില്ല. പക്ഷെ ഭഗവാൻ കൂടെ ചേർത്ത് നിർത്തിയെന്നാണ്. ഇതൊക്കെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് വാൽമീകി മഹർഷി തൻ്റെ ആ തൂലികയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ഗരുഡൻ അത് ആ തരത്തില് രക്ഷ നേടി. ആദ്യ ദിനമാണ് യുദ്ധത്തിന്റെ ആദ്യ ദിനം, 11ാമത് ദിവസം. നമ്മൾ ആദ്യം പറഞ്ഞു സീതാദേവിയെ കണ്ടു ഭഗവാൻ തിരിച്ചെത്തി 30 ദിവസം പറഞ്ഞു. ആദ്യ ദിവസം തന്നെയാണ്, പറഞ്ഞ ദിവസം 1 എന്ന് കണക്കാക്കുമ്പോൾ ആ ദിവസം തന്നെയാണ് ഉച്ചയ്ക്ക് പുറപ്പെട്ടതും. അന്ന് തന്നെ സമുദ്രതീരത്ത് എത്തിച്ചേർന്നുകൊണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് എത്തിയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വാൽമീകി പറഞ്ഞു, വാനരന്മാരാണ്
അതിന് വേണ്ടിയിട്ടാണ് സമുദ്ര തരണം നടത്താൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്. ഒരാൾ 10, 20, 30, 40 യോജനയൊക്കെ ചാടാമെന്ന് പറഞ്ഞത്. ഇവരൊക്കെ അങ്ങനെ ചാടി നടക്കുന്നവരാണ്. അപ്പൊ അവർക്ക് നിമിഷ നേരം കൊണ്ട് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ സമുദ്രതീരത്തെ 2ാമത് ദിനം എത്തി. അവിടെ വിഭീഷണൻ ശരണാഗതിക്ക് വന്നു. വിഭീഷണനെ സ്വീകരിച്ചു. അവിടെയാണ് ശരിക്കും ധർമാധർമ്മങ്ങളെയൊക്കെ നിരവധി കാര്യങ്ങൾ പറയുന്നു ഭഗവാന്റെ ആ ഗീതയിലെ ശ്ലോകം 2 തവണ നമ്മൾ ആവർത്തിച്ചു. വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അപ്പോ ശരണാഗതി അടയുന്നവരെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്നത് ഭഗവാന്റെ സത്യം. ആ രാമന്റെ സത്യത്തെയാണ് പിന്നീട് കൃഷ്ണാവതാരം സ്വീകരിച്ചപ്പോ അർജുനനോടും ഭഗവാൻ പറഞ്ഞത് ഗീതയിൽ. അപ്പോ അത്തരത്തില് ഭഗവാന്റെ ആ ശരണാഗതി 2ാമത് ദിനം വിഭീഷണന് ശരണാഗതി ചെയ്തു. പിന്നീട് 3ാമത് ദിനം മുതൽ വിഭീഷണന്റെ വാക്കിനെ സ്വീകരിച്ചുകൊണ്ട് 3 ദിവസം ഭഗവാൻ ദർഭ വിരിച്ച് സമുദ്രതീരത്ത് സമുദ്രത്തെ തരണം ചെയ്യാനുള്ള മാർഗം അന്വേഷിച്ച് സമുദ്രരാജന് വേണ്ടി അവിടെ വ്രതമിരുന്നു. അതുകൊണ്ടും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് പിന്നീട് അസ്ത്രം പ്രയോഗിക്കാൻ ആരംഭിക്കുമ്പോൾ സമുദ്രരാജൻ വന്ന് വഴി കൊടുക്കുന്നതും. അങ്ങനെ 5 ദിവസം അവിടെ പറഞ്ഞ കണക്കനുസരിച്ച് 5 ദിവസം കഴിഞ്ഞു. പിന്നീട് 6ാമത് ദിവസം തന്നെ അവരുടെ ജോലി ആരംഭിച്ചു എന്നാണ്. ആ ജോലിയില് എത്ര ദിവസം കൊണ്ടാണ് സേതുബന്ധനം നടത്തിയത്? വാൽമീകി രാമായണം പഠിച്ചപ്പോഴാണ് അതിനെ ഞാനും മനസ്സിലാക്കിയത്. 6ാമത് ദിവസം ആരംഭിച്ചു. സമുദ്രരാജൻ പറഞ്ഞതനുസരിച്ച് എന്ത് വസ്തുക്കൾ ജലത്തിലിട്ടാലും അതിനെ ആ ജലത്ത് ഉപരിതലത്തിൽ പൊങ്ങി നിർത്തിയ എന്ന് അവിടെ വാക്കുകൊടുത്തു. മാത്രമല്ല നളനെ കൊണ്ട് തന്നെ ഇത് നിർമ്മിക്കാനായിട്ട് സമുദ്രരാജൻ തന്നെ നിർദ്ദേശിക്കുന്നു. ഈ കപിവരന്മാരും വാനരസേനയോടും രാമലക്ഷ്മണന്മാര് ലങ്കയിൽ എത്തുന്നത് വരെ ഒരു കടൽ ജീവികളും അവരെ ഉപദ്രവിക്കില്ല എന്നുള്ള സത്യവും ചെയ്യും. അങ്ങനെ 6ാമത് ദിവസം 14 യോജന, ഒരു യോജന എന്നൊക്കെ പറയുന്നത് 10 മൈൽ ദൂരം, അല്ലെങ്കിൽ കിലോമീറ്ററിൽ പറഞ്ഞാൽ 14 കിലോമീറ്റർ 13 കിലോമീറ്റർ അടുത്ത് വരുമെന്നാണ്. അങ്ങനെ ആദ്യ ദിവസം സേതുബന്ധനം തുടങ്ങിയ ആദ്യ ദിവസം 14 യോജനയും, 2ാമത് ദിവസം 20 യോജനയും, 3ാമത് ദിവസം 21 യോജനയും, പിന്നെ 4ാമത് വരുന്ന ദിവസം 22 യോജനയും, പിറ്റേ ദിവസം 23 യോജനയും. അങ്ങനെ 5 ദിവസം കൊണ്ടാണ് 100 യോജന നീളവും 10 യോജന വീതിയും വരുന്ന ആ സേതുവിനെ ബന്ധിച്ചത്. അങ്ങനെ 10 ദിവസം കൊണ്ട് 5 ദിവസം സേതു നിർമ്മിക്കാനും അതിനു മുമ്പുള്ള കാര്യങ്ങളെയും സൂചിപ്പിച്ച മൊത്തത്തിൽ സീത പറഞ്ഞ 30 ദിവസത്തിലെ 10 ദിവസം കൊണ്ട് രാമനും വാനരസേനയും ലങ്കയിലെത്തി. പിന്നീടാണ് അവിടെ നമ്മൾ സൂചിപ്പിച്ചു രാവണന്റെ കിങ്കരന്മാർ വന്ന് സുഗ്രീവനോട് കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകാനൊക്കെ പറയുന്നതും ആ ദൂതനെയൊക്കെ ഉപദ്രവിക്കുന്നതും തിരിച്ച് എങ്ങനെയാണോ ഹനുമാനെ ദൂതന് വന്നപ്പോൾ ഉപദ്രവിച്ചത് അതുപോലെ തന്നെ തിരിച്ച് ഉപദ്രവിച്ച് പിന്നീട് ആ ജീവൻ മാത്രം അവശേഷിപ്പിച്ച് രാവണന്റെ സന്നിധിയിൽ എത്തിക്കുന്നതും രാവണനോട് വാനര സേനയുടെ വലിപ്പമൊക്കെ പറയുന്നു. 60,000 കോടി വരുന്ന വാനരന്മാരുടെ ഉള്ള വലിയ സേനയോടുകൂടി അവിടെ എത്തിച്ചേർന്നതും ആദ്യ ദിന യുദ്ധത്തില് രാത്രി പകലില്ല എന്നുള്ള തരത്തിലാണ് യുദ്ധം. രാത്രി സമയത്ത് രാക്ഷസന്മാർക്ക് ശക്തി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം രാത്രിയില് വാനരപ്പടയോടുകൂടി രാമലക്ഷ്മണന്മാരെ നാഗപാശത്തിൽ ബന്ധിക്കുന്നു. പിന്നീട് ഗരുഡൻ വന്നതിൽ നിന്നും രക്ഷിക്കുന്നു. 2ാമത് ദിവസം ആ ഹനുമാൻ അകമ്പനനെ വധിക്കുന്നു, നീലൻ പ്രഹസ്തനെ വധിക്കുന്നു. രാവണൻ തന്നെ 2ാമത് ദിവസം യുദ്ധക്കളത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് രാമനെ എതിരിടുന്നു. നമ്മൾ പറഞ്ഞു ഹനുമാൻ സ്വാമി വന്ന് ഭഗവാന്റെ തേരിന് തത്തുല്യമായിട്ട് തന്റെ തോളിനെ തന്റെ കഴുത്തില് രാമനെ ഇരുത്തിക്കൊണ്ട് ആ യുദ്ധത്തില് പങ്കെടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഹനുമാനെ കണ്ടപ്പോൾ ദേഷ്യം മൂർച്ഛിച്ച രാവണൻ ഹനുമാന്റെ ശരീരത്തിലേക്ക് മുറിവേൽപ്പിക്കുന്നു. ഭഗവാൻ അതൊട്ടും ഇഷ്ടമായില്ല, സഹിച്ചില്ല എന്നാണ്. തന്റെ ദാസന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാൻ സഹിച്ചില്ല. ഭഗവാൻ ശക്തമായിട്ട് തന്നെ രാവണനെ യുദ്ധത്തില് അന്നത്തെ ദിവസം പരാജയപ്പെടുത്തി ജീവൻ മാത്രം നിർത്തിക്കൊണ്ട് തിരിച്ചു പോയിക്കൊള്ളാൻ പറയുന്നു. പിന്നീടാണ് ആ 3ാമത് ദിവസം കുംഭകർണനെ വിളിക്കാനായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ കുംഭകർണനെ വിളിച്ച് യുദ്ധത്തിലേക്ക് ആനയിക്കുന്നു. നമ്മളൊക്കെ അധ്യാത്മരാമായണത്തിൽ പഠിച്ചിട്ടുണ്ട്. കുംഭകർണൻ നല്ല ജ്ഞാനമുള്ള ആളാണ്. ആ കുംഭകർണൻ പക്ഷേ സഹോദരനോടുള്ള ആ തൻ്റെ മമത സ്നേഹത്തെ കാണിക്കുന്നു.
രാമായണത്തെ എടുത്ത് പഠിച്ചാൽ നമ്മൾ ഈ സഹോദര ബന്ധങ്ങളെ നിരവധി തവണ രാമായണത്തിൽ നമുക്ക് കാണാം. ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെ ആ സഹോദര ബന്ധം എങ്ങനെയാണ്. അവിടെ ആ കുംഭകർണൻ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. രാവണനോട് തന്നെ രാമന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് ഹിരണ്യകശിപു എന്നറിയപ്പെടുന്ന അസുരനെ തൻ്റെ ചെറുവിരലിലെ നഖത്തിന്റെ ആ അറ്റം കൊണ്ട്, ചെറിയ വിരലിന്റെ നഖം കൊണ്ട് മാറ് കീറി. നമുക്കറിയാം വരവൊക്കെ, ഭൂമിയിലോ ആകാശത്തോ വെച്ച് മരണം ഉണ്ടാകരുത്, രാത്രിയിലും പകലും മരണം ഉണ്ടാകരുത്, കൊട്ടാരത്തിനകത്തിരിക്കുമ്പോഴോ കൊട്ടാരത്തിന് പുറത്തിരിക്കുമ്പോഴോ മരണം ഉണ്ടാകരുത്, ബ്രഹ്മദേവൻ സൃഷ്ടിച്ച 84 ലക്ഷം ജീവജാലങ്ങളെ കൊണ്ട് മരണം ഉണ്ടാകരുത്, ആയുധങ്ങൾ കൊണ്ട് ലോഹങ്ങളെ കൊണ്ട് മുറിവേൽക്കരുത്. ഇത്തരത്തിലുള്ള വലിയ ഒരു ലിസ്റ്റിന്റെ ഇടയിൽ നിന്നാണ് ഭഗവാൻ വളരെ നിസ്സാരമായിട്ട് ഒരു പൂവിനെ പറിക്കുന്ന ലാഘവത്തോടു കൂടി നരഹരിയായിരിക്കുന്ന ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ തന്റെ മടിയിൽ കിടത്തി, മാറിനെ തന്റെ ചെറിയ നഖം കൊണ്ട്, അതുകൊണ്ട് തന്നെ മാധ്വാചാര്യരുടെ നഖസ്തുതി എന്നറിയപ്പെടുന്ന ഒരു ശ്ലോകത്തിന്റെ പകുതി അർത്ഥം മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്ന് അഹോബില മഠത്തില് ദ്വൈത സമ്പ്രദായത്തിന്റെ ആചാര്യനാണ്. അവിടെ മാധ്വര്, ഉടുപ്പി ആ ഭാഗമൊക്കെ ആ ദ്വൈത സമ്പ്രദായത്തിൽ അനുഷ്ഠിച്ചു വരുന്നതാണ് അഹോബില മഠമൊക്കെ. നരഹരിയുടെ, നരസിംഹമൂർത്തിയുടെ വളരെ പ്രാധാന്യം ഉൾക്കൊള്ളിക്കുന്ന ഒരു സ്ഥലവും ആ ഒരു ആചാര്യം പിന്തുടരുന്ന സമ്പ്രദായമാണ്. അവിടെ മാധവന്റെ നഖസ്തുതി വളരെ വിശേഷപ്പെട്ടതാണ്. ഈ നഖത്തെ മാത്രം സ്തുതിക്കുന്നു. നഖം എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ നഖം എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, സീത ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വാനര രാമനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ അവിടെയും ഉത്തരം പറഞ്ഞു, ദേവിയുടെ ആഭരണങ്ങളാണ് രാമനിലേക്ക് ഞങ്ങൾക്ക് വഴി കാട്ടിയത്. ദേവിയുടെ ആഭരണം എന്ന് പറഞ്ഞാൽ അത് ദേവി തന്നെ. അതുകൊണ്ടാണ് പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ എന്ന ശ്ലോകം. അപ്പൊ ഇത്തരത്തില് കുംഭകർണൻ ഉപദേശിക്കുന്നു, രാമനോട് എതിർക്കാൻ പോകണ്ട, സീതയെ തിരിച്ചു കൊടുത്ത് ആ രാമനോട് ക്ഷമ പറയണമെന്നൊക്കെ കുംഭകർണൻ ഉപദേശിക്കുന്നു. പിന്നീട് ഒരിക്കൽ പറഞ്ഞു, ഈ രാമനെ തോൽപ്പിക്കൽ സാധ്യമല്ല. അത് എങ്ങനെയെന്നും പറഞ്ഞു. എങ്ങനെയാണോ യമുന തൻ്റെ ഒഴുക്കിനെ നേരെ പകുതിയാക്കി 2 ദിക്കിലേക്കും മാറി ഒഴുകുന്ന കാര്യം ഒരിക്കലും നടക്കാത്തത്, ആ കാര്യം പോലെ ഈ രാമനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ രാവണ നിനക്ക് സാധിക്കില്ല എന്ന് കുംഭകർണൻ അവിടെ പറഞ്ഞു. എന്തിനാ അതിനെ എടുത്തു പറഞ്ഞത്? ഇതൊക്കെയാണ് ഭക്തന്മാരും ഈ ഭഗവാൻ കൃഷ്ണന്റെയും സാക്ഷാൽ അമ്മയുടെയും ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയുടെയും ഭക്തന്മാര് ഇത്തരത്തിലാണ്. നമ്മൾ ചില കാര്യങ്ങള് സംഭവിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ ഭഗവാൻ തന്നെ ചിന്തിക്കും, അവന്റെ മുമ്പിൽ തന്നെ അതിനെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കുന്നു എന്ന് പിന്നീട് കാണിച്ചു കൊടുക്കണം. ഈ ഒരു സന്ദർഭത്തെയാണ് അവിടെ കൃഷ്ണന്റെ ജന്മത്തില് കൃഷ്ണനെ കൊണ്ടുവരുന്ന സമയത്ത് യമുന ആ ഒഴുക്കിനെ 2 ദിശയിലേക്ക് പകർത്തി വിട്ടു എന്ന് സൂചിപ്പിക്കുന്നത്. ആചാര്യന്മാർ ഈ സന്ദർഭത്തെ എടുത്തു പറയും. പണ്ട് കുംഭകർണൻ അങ്ങനെ പറഞ്ഞു, ഇത് എങ്ങനെയാണോ ഒരിക്കലും സംഭവിക്കാത്തത്, ഭഗവാൻ അവിടെ സംഭവിപ്പിച്ചു കൃഷ്ണാവതാരത്തില്. ആ 2 ദിശകളിൽ, എതിർദിശകളിലേക്കായിട്ട് യമുന ഒഴുകിയത് എന്ന് അവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ഈ 2 കാര്യങ്ങള്, നരഹരിയെ കൊണ്ട് നിസാരമായിട്ട് ആ ഹിരണ്യകശിപുവിനെ വധിച്ചതും യമുനാ നദി ഈ തരത്തില് വിച്ഛിന്നമായിട്ട് ഒരിക്കലും ഒഴുകാത്തതുപോലെ നിന്റെ ഉദ്ദേശം ഒരിക്കലും നടക്കുന്നില്ല. പിന്നെ യുദ്ധത്തിന് വിളിച്ചത് കൊണ്ട്, എന്റെ ധർമ്മം നിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട്, സഹോദരന്റെ ധർമ്മം നിർവഹിക്കുന്നതിന് കൊണ്ട് യുദ്ധത്തിന് പുറപ്പെടാം. അങ്ങനെ 3-ാമത് ദിവസം കുംഭകർണൻ യുദ്ധത്തിന് പുറപ്പെടുന്നു. ആ യുദ്ധത്തിൽ പുറപ്പെടുന്ന കുംഭകർണൻ രാമസായകമേറ്റ് മരണപ്പെടുന്നു. പിന്നീടാണ് അവിടെ 4-ാമത് ദിവസം ഇന്ദ്രജിത്ത് യുദ്ധത്തിനായിട്ട് വരുന്നത്. അവിടെ ഇന്ദ്രജിത്ത് മറഞ്ഞിരുന്നു കൊണ്ട് യുദ്ധം നയിക്കുന്നു. രാമലക്ഷ്മണന്മാരും ഒക്കെ ഇന്ദ്രജിത്ത് എയ്യുന്ന വസ്ത്രത്തിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് ഇന്ദ്രജിത്തിന് യാതൊരു മേൽക്കൈയും ഇല്ലാതെ വരുന്ന ഒരു സന്ദർഭം. പിന്നീടാണ് ഇന്ദ്രജിത്ത് അവിടെ ഭഗവാനെ ഉൾപ്പെടെയുള്ളവരെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ എയ്തു വീഴ്ത്തുന്നത്. അത് നടക്കുന്നത് ആ 2-ാമത് ദിവസമാണെന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. യുദ്ധത്തിന്റെ 2-ാമത് ദിവസമാണ് ഇന്ദ്രജിത്ത് എല്ലാവരെയും എയ്തു വീഴ്ത്തുന്നത് ബ്രഹ്മാസ്ത്രത്തില്.
അപ്പോഴാണ് അതിൽ അവശേഷിക്കുന്ന 3 പേർക്ക് മാത്രം അത് സംഭവിക്കാതിരിക്കുന്നത്. ജാമ്പവാനും ഹനുമാനും വിഭീഷണനും മാത്രം ബ്രഹ്മാസ്ത്രത്തിന്റെ ആ ഒരു ശക്തി ഫലിക്കുന്നില്ല. നമ്മൾ ആ കഥകളൊക്കെ അധ്യാത്മരാമായണത്തിൽ നല്ലതുപോലെ പരിചിതമായതുകൊണ്ടാണ് അതിനെ വിസ്തരിക്കാത്തത്. അവിടെ ഹനുമാന്റെ ജീവനുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം രക്ഷിച്ചു എന്ന് ജാമ്പവാൻ പറയുന്നു. ജാമ്പവാന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവിടെ ഔഷധയാത്രയ്ക്ക് പുറപ്പെടുന്നു. സഞ്ജീവിനി, വിശല്യകരണി, സന്താനകരണി എന്നറിയപ്പെടുന്ന സാവർണ്യകരണി, ഇങ്ങനെ 4 മരുന്നുകളെ കൊണ്ടുവരാനൊക്കെ ജാമ്പവാൻ പറയുന്നതും ഭഗവാൻ ആഞ്ജനേയൻ ഔഷധയാത്രയ്ക്ക് പുറപ്പെടുന്നതും അതിൽ നേരിടുന്ന തടസ്സങ്ങളും ഒക്കെ നമ്മൾ അധ്യാത്മരാമായണത്തിൽ കേട്ട് നല്ല പരിചിതമാണ് നമുക്ക്. അപ്പൊ ഏതായാലും ഹനുമാൻ തന്റെ ആ മലയിൽ ചെന്ന്, കൈലാസപർവ്വതത്തിലുള്ള ഔഷധമലയിൽ ചെന്ന് ഈ ഔഷധത്തെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് മലയെ തന്നെ എടുത്ത് നേരെ 2ാമത് ദിവസം യുദ്ധഭൂമിയിൽ കൊണ്ടുവയ്ക്കുന്നു. രാക്ഷസന്മാരൊഴിച്ചുള്ള വാനരന്മാർക്കൊക്കെ തങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുന്നു ഔഷധക്കാറ്റേറ്റ്. പിന്നീട് അവിടെ കുംഭകർണന്റെ ആ മരണത്തിന് ശേഷം 60,000 വരുന്ന ആ പടയെ നേരിടാനായിട്ട് വളരെ വിശേഷപ്പെട്ട ഒരു സേനയെ രാവണൻ നിയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മൂലബല സേന എന്നറിയപ്പെടുന്ന, വളരെ അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സേനയായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇന്ദ്രജിത്ത് 3ാമത് ദിവസം അംഗദൻ, കമ്പൻ, പ്രകമ്പൻ തുടങ്ങിയവരെ വധിക്കുന്നു. മൈന്ദൻ യുവാക്ഷനെ വധിക്കുന്നു. ദിവിധൻ അവിടെ ശോണിതാക്ഷൻ എന്നറിയുന്ന അസുരനെ വധിക്കുന്നു. ഹനുമാൻ നികുംഭനെ വധിക്കുന്നു. സുഗ്രീവൻ കുംഭനെ വധിക്കുന്നു. ഇതൊക്കെ ആ കുംഭകർണന്റെ മക്കള്. പിന്നീട് രാമൻ മകരാക്ഷനെ വധിക്കുന്നു. അങ്ങനെ ഓരോ അസുരന്മാരെയൊക്കെ വധിക്കുന്നത് അധ്യാത്മരാമായണത്തിൽ വിസ്തരിച്ചുണ്ട്. പിന്നീടാണ് ഇന്ദ്രജിത്ത് വീണ്ടും മറഞ്ഞിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്ത വരുന്നത്. അപ്പോഴാണ് നികുംബലയിൽ പോയി യാഗം തുടങ്ങുന്നു ഇന്ദ്രജിത്ത്. ആ സമയത്താണ് സീതയുടെ മായാസീതയെ തന്റെ വിമാനമാർഗത്തിൽ കൊണ്ടുവന്ന് ഹനുമാന്റെ മുമ്പിൽ വെച്ച് ഈ സീതയെ മുറിവേൽപ്പിക്കുന്നതും സീതയെ വധിക്കുന്നതുമായുള്ള ഒരു മായാപ്രയോഗം നടത്തുന്നത്. ഹനുമാൻ ഇത് കണ്ട് രാമന്റെ അടുത്ത് ചെന്ന് ദുഃഖിതനായിട്ട് പറയുന്നു. ഇപ്പൊ വിഭീഷണൻ അവിടെ പറയുന്നു, രാവണൻ ഒരിക്കലും സീതയെ ഇത്തരത്തിൽ വധിക്കില്ല, അതുകൊണ്ട് തന്നെ ഇത് വെറുതെ കള്ളത്തരമാണ്, യാഗം മുടക്കണം. അങ്ങനെ കവികളൊക്കെ ചെന്നുകൊണ്ട് ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ ചെന്നുകൊണ്ട് ദിഗംബലയിലെ യാഗത്തെ മുടക്കുന്നു. ഇന്ദ്രജിത്തിനുമായിട്ടുള്ള അതിഘോരമായിരിക്കുന്ന യുദ്ധം, വളരെ തീക്ഷണമായിരിക്കുന്ന ആ യുദ്ധത്തിന്റെ പര്യവസാനത്തില് സാക്ഷാൽ ആ ലക്ഷ്മണ പെരുമാള് തന്റെ അസ്ത്രം, തന്റെ ശസ്ത്രത്തെ ഉറപ്പിച്ച് രാമ രൂപത്തെ തന്റെ മനസ്സിൽ ചിന്തിച്ചു എന്നാണ് എഴുത്തച്ഛൻ എഴുതിയത്. ഇവിടെ വാൽമീകി രാമായണത്തിൽ പറയുന്നത്, ലക്ഷ്മണ പെരുമാള് തന്റെ അസ്ത്രം തൊടുക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന 2-3 വാക്കുകളുണ്ട്. എൻ്റെ ജ്യേഷ്ഠനായ സഹോദരനായിരിക്കുന്ന രാമൻ ധർമ്മത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചതെങ്കിൽ, എൻ്റെ രാമന്റെ വാക്കുകൾ സത്യമാണെങ്കിൽ, അങ്ങനെയുള്ള ഈ രാമബാണത്തെ ശത്രുവിന്റെ നാശത്തിനിടയാക്കണമെന്നുള്ള സങ്കല്പത്തോടു കൂടി ലക്ഷ്മണൻ തന്റെ അസ്ത്രത്തെ പ്രയോഗിക്കുന്ന സമയം അത് കൃത്യമായിട്ടും വന്ന് ആ രാവണിയാകുന്ന ഇന്ദ്രജിത്തിന്റെ ശരീരത്തെ പിളർത്തിക്കൊണ്ട് ഭൂമിയിൽ വീഴ്ത്തുന്നു. ദേവതകളൊക്കെ പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ ഭഗവാനോട് ആവശ്യപ്പെട്ട 4 കാര്യങ്ങളിൽ ഒരു കാര്യം ഇവിടെ നടന്നു കിട്ടിയെന്നാണ്. പൂർണാഹൂതി ചെയ്യുന്ന സമയത്ത്, എവിടെ പുത്രകാമേഷ്ടി യാഗം നടക്കുന്ന സമയത്ത് ദേവതകളാലാണ് ആവശ്യപ്പെട്ടത്. 4 പേരെ വധിക്കണമെന്നാണ് പറഞ്ഞത്. ആ 4 പേരിൽപ്പെട്ടതാണ് രാവണൻ, രാവണന്റെ പുത്രൻ, അതോടൊപ്പം തന്നെ ഗന്ധർവന്മാര്, ഒരു കൂട്ടം ഗന്ധർവന്മാര്, ലവണാസുരൻ. അതുകൊണ്ട് ഭഗവാൻ 4 രൂപത്തെ സ്വീകരിച്ചു എന്നാണ് വാൽമീകി പറയുന്നത്. അങ്ങനെയുള്ള ഒരു ജന്മലക്ഷ്യത്തെ ഇവിടെ ആ ലക്ഷ്മണൻ പൂർത്തിയാക്കി. ലക്ഷ്മണൻ തിരിച്ചു വരുന്ന രംഗത്തെ വാൽമീകി പറയുന്നുണ്ട്. ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന പോരാളിയായിരിക്കുന്ന ലക്ഷ്മണന്റെ ശരീരമാസകലം രക്തത്തിൽ കുളിച്ചുകൊണ്ടാണ്. രാമൻ കണ്ടപ്പോ തന്നെ തന്റെ സഹോദരന്റെ ഈ അവസ്ഥ കണ്ടപ്പോ ദുഃഖിച്ചു. അതും ജാമ്പവാന്റെ ശിരസിൽ ഒരു കൈയും മറ്റൊരു കൈ ഹനുമാന്റെ തോളിലും വെച്ചുകൊണ്ടാ വരുന്നതെന്നാണ്. അത്തരത്തില് അതികഠിനമായിരിക്കുന്ന ഒരു യുദ്ധം അവിടെ ഇന്ദ്രജിത്തുമായിട്ട് വേണ്ടി വന്നു. ശരീരം മുഴുവൻ മുറിവേറ്റ് രക്തം വർഷിച്ചുകൊണ്ട് ഒഴുകിയാണ് വരുന്നത്.
അങ്ങനെ വരുന്നത് കണ്ടപ്പോ രാമൻ അത്യുള്ള എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെ ഒരു വാക്ക് മാത്രം ലക്ഷ്മണൻ പറഞ്ഞു എന്നാണ്, ഇന്ദ്രജിത്തിനെ വധിച്ചു എന്ന് പറയുന്ന സന്ദർഭത്തില് ഭഗവാൻ തന്റെ സഹോദരനെ ആശ്ലേഷിക്കുന്നു. സുഷേണൻ എന്നറിയപ്പെടുന്ന വാനരിലെ വൈദ്യനെ വിളിച്ച് ലക്ഷ്മണന് വേണ്ട ശുശ്രൂഷകള് കൊടുക്കാനായിട്ട് പറയുന്നു. ഇങ്ങനെ ഇന്ദ്രജിത്ത് മരണപ്പെട്ട സമയത്ത് രാവണന് ഇതിൽ പരം ഒരു പ്രഹരം ഏൽക്കാനില്ല. അന്ന് രാത്രി തന്നെയാണ് ഈ മൂലബല സേനയെ വിന്യസിക്കുന്നത്. വാൽമീകി അതിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. 7,29,000 വരുന്ന തേര്, 13,12,20,000 വരുന്ന ആനകള്, 10,20,60,000 വരുന്ന കുതിരകള്, അതോടൊപ്പം തന്നെ 14,80,000 വരുന്ന കാലാൾപ്പട. ഇത്തരത്തിലുള്ള ഒരു വലിയ രാക്ഷസപ്പടയാണ് അവിടെ ഈ വാനര സേനയ്ക്ക് നേരെ വരുന്നത്. ഇന്ദ്രജിത്ത് മരണപ്പെട്ട രാത്രി ഭഗവാൻ രാമൻ പറഞ്ഞു, നിങ്ങൾ ആരും എനിക്ക് വേണ്ടി ബലി നൽകണ്ട, വാനരന്മാരോടൊക്കെ മാറിക്കൊള്ളാൻ പറഞ്ഞു. ഈ യുദ്ധത്തില് ഭഗവാൻ ഏകനായിട്ട്, രാമൻ ഏകനായിട്ട് ഈ മൂലബലസേന എന്നറിയപ്പെടുന്ന രാക്ഷസന്മാരോട് ഏകനായിട്ട് പൊരുതി എന്നാണ്. ആ യുദ്ധത്തെ വർണ്ണിക്കുന്നുണ്ട് വാൽമീകി. അതില് 16 നിമിഷം രാമബാണങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നറിയാതെ ഇവരൊക്കെ മോഹിതപ്പെട്ടു പോയെന്നാണ്. 16 നിമിഷം എടുത്തു പറയുന്നു. 16 നിമിഷത്തിൽ നിന്ന് ചുറ്റും നിന്ന് എവിടെ നിന്നാണ് അസ്ത്രം വരുന്നത് എന്നറിയാതെ അവർ ചുറ്റും നോക്കി നിന്നു എന്നാണ് അസുരന്മാര്, രാക്ഷസന്മാര്. പിന്നീട് അവർക്ക് തോന്നിയ പിന്നീടുള്ള ഒരു 16 നിമിഷം എല്ലാവരും രാമനെ പോലെ തോന്നിയെന്നാണ്. പിന്നീട് അവര് തമ്മിൽ യുദ്ധമായി എന്നാണ്. ഇതാണ് മോഹനാസ്ത്രം എന്നൊക്കെ പറയുന്ന മന്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മോഹിതരായിട്ട് മാറും. അപ്പോ തന്റെ കൂടെയുള്ള സൈന്യത്തിലെ ആളെ തന്നെ കണ്ടാലും രാമനായിട്ട് തോന്നും. അവര് പരസ്പരം തല്ലി അല്ലെങ്കിൽ പരസ്പരം യുദ്ധത്തിലേക്ക് 48 മിനിറ്റ് കൊണ്ട് തന്നെ രാമൻ ഈ പറയുന്ന വൻപടയെ നിഗ്രഹിച്ച് ജയിച്ച് തിരിച്ചു വന്നു എന്നാണ്. ഇത് കണ്ട് രാവണന് സഹിച്ചില്ല. തന്റെ പുത്രൻ മരണപ്പെട്ട ദുഃഖത്തോടു കൂടി വീണ്ടും ആ പ്രഹരങ്ങള് തുടങ്ങിയെന്നാണ് രാവണൻ. അങ്ങനെ രാവണൻ വന്നപ്പോഴാണ് വളരെ വിശേഷപ്പെട്ട ഒരു ആയുധം, വേല്, ശക്തിവേൽ എന്നറിയപ്പെടുന്ന ഒരു ദിവ്യായുധത്തെ ലക്ഷ്മണന്റെ നേരെ പ്രയോഗിക്കുന്നത്. പകരത്തിന് പകരം രാമന് സ്വന്തം മകനെ പോലെയുള്ള ലക്ഷ്മണനെ രാവണൻ ഈ വേലുകൊണ്ട് പ്രഹരിക്കുന്നു. അതിനെ തടുക്കാൻ രാമന് സാധിക്കാതെ വരുന്ന സന്ദർഭത്തില് അത് അവിടെ ലക്ഷ്മണന്റെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്നതും, പിന്നീട് രാവണനുമായിട്ട് ഭഗവാൻ പോരാടി രാവണനെ തോൽപ്പിക്കുന്നു. ആ അവസരത്തിൽ രാവണൻ അവിടെ നിന്നും പോർക്കളത്തിൽ നിന്നും പേടിച്ചോടിപ്പോയി എന്നാണ് വാൽമീകി സൂചിപ്പിക്കുന്നത്. ലക്ഷ്മണന് പറ്റിയ അപകടത്തെ തുടർന്ന് രാമൻ അവിടെ ദുഃഖിക്കുന്നു. എങ്ങനെയെങ്കിലും സഹോദരനെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോ ജീവൻ അവശേഷിക്കുന്നുണ്ട്. വീണ്ടും ആ ഔഷധത്തെ കൊണ്ടുവരാൻ ഹനുമാനോട് പറയുന്നു. അങ്ങനെ 2ാമത് തവണ യുദ്ധത്തിന്റെ 2ാമത് ദിവസം ഹനുമാൻ ഇതേ മലയെടുക്കാനായിട്ട് പോയി. വീണ്ടും വാൽമീകി രാമായണത്തിൽ പറയുന്നു 6ാമത് ദിവസം വീണ്ടും ഹനുമാൻ പുറപ്പെട്ട് ആ മരുന്നിനെ കൊണ്ടുവന്ന് ലക്ഷ്മണന് മരുന്നിനെ കൊടുത്തുകൊണ്ട് ലക്ഷ്മണന്റെ ആ ജീവനെ തിരിച്ചു പിടിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് 7ാമത് ദിവസം യുദ്ധം ആരംഭിക്കുന്നു. രാവണ യുദ്ധം, അതിഘോരമായിരിക്കുന്ന യുദ്ധത്തില് അവിടെ 7ാം നാള് ദേവേന്ദ്രൻ മാതലിയും അതോടൊപ്പം തേരിനെയും ഒക്കെ രാമന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ആ തേരിലേറിക്കൊണ്ട് രാമൻ നടത്തുന്ന വിശേഷപ്പെട്ട ആ ഒരു യുദ്ധം. ആ യുദ്ധത്തിന്റെ മധ്യത്തില് രാവണൻ അസ്ത്രമേറ്റ് മയങ്ങി വീഴുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ രാവണന്റെ സാരഥി ഇത് മനസ്സിലാക്കി അവിടെ നിന്നും നേരെ രാവണനെ രക്ഷിച്ചുകൊണ്ട് പോർക്കളത്തിൽ നിന്ന് മാറ്റുന്നു. ഈ സമയത്താണ് വളരെ വിശേഷപ്പെട്ട അഗസ്ത്യ മഹർഷിയുടെ ഉപദേശത്തെ രാവണൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആദിത്യ ഹൃദയ സ്തോത്രം ആരംഭിക്കുന്നത് തന്നെ ആ യുദ്ധമധ്യത്തിൽ രാമൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാണ് ആദിത്യ ഹൃദയം ആരംഭിക്കുന്നത്. തതോ യുദ്ധ പരിശ്രാന്തം എന്നാണ് ശ്ലോകം തുടങ്ങുന്നത്. അഗസ്ത്യൻ അവിടെ വന്നു എന്നല്ല, രാവണൻ പോർക്കളത്തിൽ നിന്നും വിടവാങ്ങിയ സമയത്ത് രാമൻ ചിന്തിച്ചു, ഞാൻ മനുഷ്യരാവതാരം സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഈ രാവണനെ എങ്ങനെ വധിക്കണം എന്ന ചിന്തയാൽ, ആ ചിന്തയുടെ ഉള്ളിലാണ് അഗസ്ത്യ മഹർഷി പറഞ്ഞ ഉപദേശത്തെ അവിടെ കൊടുക്കുന്നത്. അവിടെ 2 തരം അഭിപ്രായങ്ങൾ ഈ വാൽമീകി രാമായണത്തിൽ ഉണ്ടെന്നാണ്. അത് ആചാര്യ സമ്പ്രദായം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
അവിടെ ഈ മന്ത്രം പണ്ട് അഗസ്ത്യ മഹർഷി ഉപദേശിച്ചത് കൊണ്ട് ഈ അസ്ത്രത്തെ ചിന്തിച്ച് അവിടെ ഭഗവാൻ ആ ആദിത്യ ഹൃദയത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് പിന്നീട് രാവണ നിഗ്രഹത്തിന് കാരണമായത് എന്ന് പറയുന്നു. മറ്റൊരു ഭാഗം പറയുന്നത് പിന്നീട് വാൽമീകി രാമായണത്തിലെ ആദിത്യ ഹൃദയം കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇതിന്റെ ആദ്യ വ്യാഖ്യാനം എഴുതിയ ഒരു മഹാത്മാവ് ഈ ഒരു ഭാഗത്തെ സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വിരുദ്ധ അഭിപ്രായം വന്നത് എന്നുകൂടി അവിടെ സൂചിപ്പിക്കുന്നു. പിന്നീട് രാവണൻ തിരിച്ചു വന്ന് യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം ആരംഭിക്കുമ്പോൾ രാവണന്റെ ഓരോ ശിരസിനെയും എയ്തു വീഴ്ത്തുമ്പോ പുതിയ പുതിയ ശിരസുകൾ മുളച്ചു വരുന്നു എന്നാണ്. ഇങ്ങനെ 101 തവണ ശ്രമിച്ചു. 101 തവണയും രാവണന്റെ ശിരസിനെ താഴെ വീഴ്ത്തി. പക്ഷെ അതിനൊക്കെ ബ്രഹ്മദേവന്റെ അനുഗ്രഹം കൊണ്ട് ഓരോരോ ശിരസ് വീണ്ടും വരുന്നു. രാവണൻ അങ്ങനെ തനിക്ക് വധ്യനല്ല എന്നുള്ള ഒരു ഭാവത്തിൽ അവിടെ നിന്നു. അപ്പോഴാണ് ഭഗവാൻ ആദിത്യ ആ മന്ത്രത്തെ സ്മരിക്കുന്നതും അതോടൊപ്പം തന്നെ പണ്ട് ഒരു വളരെ വിശേഷപ്പെട്ട അസ്ത്രത്തെ അഗസ്ത്യ മഹർഷി കൊടുത്തു. ആ അസ്ത്രത്തെ രാമൻ തന്റെ വില്ലിൽ കുലയ്ക്കുന്നു. ആ അസ്ത്രത്തിന്റെ അറ്റത്ത് രാമായണത്തിൽ സൂചിപ്പിക്കുന്നത് അഗ്നിയും അതോടൊപ്പം തന്നെ ആ സുദർശന മൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ആ തേജസ്സിനെയും അസ്ത്രത്തിന്റെ മധ്യത്തില് ആ അസ്ത്രത്തിന്റെ പുറകുവശത്തേക്ക് വായുവിന്റെ സഞ്ചാരവും എങ്ങനെയാണോ ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു ത്രിപുരാന്തകൻ ആയിരിക്കുന്ന മഹാദേവൻ ത്രിപുരങ്ങളെ ലക്ഷ്യമാക്കി അസ്ത്രം തൊടുക്കുന്നത് അതിന് തത്തുല്യമായിട്ട് ഇവിടെ രാവണന്റെ മാറിനെ ലക്ഷ്യമാക്കി തന്നെ അവിടെ ആ രാമബാണം വന്ന് പതിക്കുന്നു. രുധിരാക്ത സവേഗേന ശരീരാന്തകരശര രാവണസ്യ ഹരൻ പ്രാണൻ വിവേശ ധരണീതലം. അങ്ങനെ ഇരിക്കുന്ന ആ അസ്ത്രം പതിച്ച് രാവണൻ തന്റെ ശരീരത്തെ ആ രണഭൂമിയിൽ വീഴുന്നു. അങ്ങനെ രാവണൻ മരണപ്പെട്ടറിഞ്ഞ് അവിടെ മന്ദോദരി രാവണന്റെ പത്നിയായ മന്ദോദരി വരുന്നു. മന്ദോദരി വന്ന് രാവണന്റെ ശരീരത്തെ ഒക്കെ കണ്ടുകൊണ്ട് ദുഃഖിതയായിട്ട് കരയുന്ന സന്ദർഭത്തിൽ ഒരിക്കല് ഒരേ ഒരു പ്രാവശ്യം രാമനെ ആദ്യമായിട്ട് ദർശിക്കുന്ന സന്ദർഭം വാൽമീകി എഴുതിയിട്ടുണ്ട്. ശ്രീവത്സ വക്ഷസാ നിത്യ ശ്രീ രജയ്യ ശശ്വനോ ധ്രുവ മാനുഷം രൂപമാസ്തായ വിഷ്ണു സത്യപരാക്രമ. ഈ സന്ദർഭത്തില് വളരെ വിശേഷപ്പെട്ട 5 പതിവ്രതകളില് നമ്മളൊക്കെ പറയുന്ന ഒരു ശ്ലോകം അഹല്യ, സീത, താര, ദ്രൗപദി, മന്ദോദരി. എന്തുകൊണ്ടായിരിക്കാം മന്ദോദരി ദർശനമാത്രയിൽ തന്നെ ആ ഭഗവാന്റെ ശംഖചക്ര ഗദാപത്മധാരിയായിരിക്കുന്ന രൂപത്തെ മന്ദോദരി കണ്ടു. ഇത് തന്നെ ബാലീവധം കഴിഞ്ഞപ്പോ താരയും കണ്ടു ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ഭഗവാനെ. ഇതേ രൂപത്തെ തന്നെയാണ് ഹനുമാനും ആദ്യ നിമിഷം ഭഗവാനെ കണ്ടപ്പോ കാണുന്നത്. ഇത് തന്നെയാണ് ഭഗവാന്റെ ഉത്തമനായിരിക്കുന്ന കൃഷ്ണന്റെ സഖാവായിരിക്കുന്ന അർജുനൻ ആ യുദ്ധഭൂമിയിൽ പറയുന്നത് ഭഗവാനെ അങ്ങയുടെ പഴയ രൂപത്തിലേക്ക് വിശ്വരൂപത്തിൽ നിന്നും എനിക്ക് പരിചിതമായിരിക്കുന്ന 4 കൈകളോട് കൂടിയ രൂപത്തിലേക്ക് തിരിച്ചു വരണേ എന്ന് ആ അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഭക്തന്മാർക്കൊക്കെ എപ്പോഴും ആ ഭഗവാൻ ദർശനം കൊടുക്കുന്നത് ഇത്തരത്തിലാണ്. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആ കഥാപ്രവചനം രാവണവധത്തോടുകൂടി ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. നാളെ ഭഗവാന്റെ മധ്യാഹ്നത്തിൽ നടക്കപ്പെടുന്ന ശ്രീരാമ പട്ടാഭിഷേകം നമ്മൾക്ക് കഴിയുന്ന തരത്തിൽ ഒരു കലശമൊക്കെ പൂജിച്ച് ഭഗവാന് ഇപ്പൊ ഈ യജ്ഞത്തോട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്നതാണ്. ഒരു പൂജയില് കലശം വേണമെന്ന് പറയും, പൂജാവിധി പറയുമ്പോൾ നിവേദ്യം, അതോടൊപ്പം തന്നെ കഥാ പാരായണം, സദ്ഗ്രന്ഥം പാരായണം ചെയ്യണം, കഥാപ്രവചനം, നൃത്തം, അതോടൊപ്പം തന്നെ ഗീതം, വാദ്യം. അതില് നാളെ നമുക്ക് വാദ്യവും കീർത്തനവും ഒക്കെ നാളെ നമുക്ക് ഇവിടെ ലഭിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ഈ വർഷത്തെ വാൽമീകി രാമായണ നവാഹ യജ്ഞം 9 ദിനങ്ങളായിട്ട് നമ്മൾ ഭഗവാന്റെ തൃക്കളത്തൂർ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു വലിയ മഹാകാവ്യത്തിന്റെ 7ാമത് ദിനം നമ്മൾ ഭഗവാന്റെ മുന്നിൽ പൂർത്തിയാക്കി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങളെയും സാക്ഷാൽ രാമന്റെ പ്രതിപുരുഷന്മാരായിട്ട് കണ്ട് എല്ലാവരുടെയും പാദങ്ങളെ നമസ്കരിക്കുന്നു ഈ സന്ദർഭത്തില്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും നടക്കുന്ന ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് മറ്റന്നാള്.
ആ ഒരു ചടങ്ങിലേക്ക് രാവിലെ നടക്കുന്ന വളരെ വിശേഷപ്പെട്ട വ്യക്തികൾ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അവരെയും ഒക്കെ ആ സന്ദർഭത്തിൽ നമ്മളുടെ ആ ശ്രീകോവിൽ പുനരുദ്ധാരണത്തിന് വേണ്ട ആ നാന്തി കുറിക്കുന്ന ആ ചടങ്ങിൽ എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ആയുസ്സിൽ ചിലപ്പോൾ ഒരു തവണ മാത്രം നമുക്ക് കാണാനും അറിയാനും ഒക്കെ പറ്റുന്ന ആ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് തൃക്കളത്തൂര് ശ്രീരാമസ്വാമിയുടെ ദാസന്മാരൊക്കെ ആയിട്ട് നമുക്ക് മാറണം. നമ്മൾ ഇന്നും കേട്ടു, ശരണാഗതി, ഭഗവാനെ ആശ്രയിച്ചാല് ഭഗവാൻ ഒരിക്കലും അവിടെ കൈവിടില്ല. അതിനെയാണ് ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് 7ാമത് ദിനത്തെ ചടങ്ങുകൾ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി. ഇന്നത്തെ പ്രശ്നോത്തരിയുടെ വിജയിയും അതോടൊപ്പം തന്നെ നാളത്തെ ചോദ്യവും മാലതി ടീച്ചർ ഇപ്പൊ ഇവിടെ പറയുന്നതായിരിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ